Meet the editors. മുന്നണി പ്രതിസന്ധിയിലോ എന്നാണ് ചോദ്യം. പ്രതി ഇപ്പോഴും CPI അവരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടില്ല. CPM ആണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ആ അർത്ഥത്തിൽ തയ്യാറുമല്ല. ഒരുപക്ഷെ ഇത് മരവിപ്പിക്കണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാജ പറഞ്ഞതായിട്ട് വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതിൽ നേരത്തെ പിൻവലിക്കുക, ഒപ്പിടാതിരിക്കുക, അതിനപ്പുറം ഇനി അതൊന്നും നടക്കില്ല. ഇനി മരവിപ്പിക്കുക, ഫ്രീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമെങ്കിലും CPI ആരായുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ രാജയുടെ സ്റ്റേറ്റ്മെന്റിൽ അത് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വഴങ്ങിയിട്ടില്ല CPI. ഇനി അത് കൗൺസിലിലേക്ക് വെച്ചിരിക്കുകയാണ്. അത് 4-ാം തീയതിയാണ്. നിലവിൽ മുന്നണി പ്രതിസന്ധിയിലാണോ? ഇന്ന് വയലാർ രക്തസാക്ഷി ദിനമാണ്. ഇന്നത്തെ ദിവസം CPM-ഉം CPI-യും ഒരുമിച്ച് പരിപാടി നടത്തുന്നതാണ്. പരിപാടി അങ്ങനെയാണ്. ആ ദിവസം തന്നെയാണ് വലിയൊരു പ്രതിസന്ധി, രണ്ടുപേർ രണ്ട് നിലപാടെടുക്കുന്നു എന്ന രൂപത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ബിനോയ് വിശ്വവും പിണറായി വിജയനും ഒരുമിച്ച് ആ വേദി പങ്കിട്ടു. പക്ഷേ അതിനു മുമ്പ് തന്നെ ചർച്ചകളും തീരുമാനവുമായിട്ടുണ്ട്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. CPI-യെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അവരുടെ ഒരു കടുത്ത നിലപാട്, ഇടത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് പ്രത്യയശാസ്ത്രപരമായി അവരാണ് ശരി. അതാണ് അവർക്ക് അണികളെ അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിൽ എടുത്ത നിലപാടിൽ നിന്ന് പിന്നാക്കം പോകാൻ കഴിയില്ല. കാരണം നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടതാണ് ബിനോയ് വിശ്വം കൃത്യമായി പറയുന്നത്. ഇത് നേരത്തെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നതിനൊരു കൃത്യമായ വിശദീകരണം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടെടുത്ത തീരുമാനമാണ്. അങ്ങനെ ഇരുത്തിക്കൊണ്ട് തീരുമാനമെടുത്തയാൾ തന്നെയാണെന്ന് ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണല്ലോ ഈ PM ശ്രീയിൽ ഒപ്പുവയ്ക്കുന്നത്. അങ്ങനെ ഒപ്പുവയ്ക്കുമ്പോൾ നേരത്തെ അതിനുശേഷം ചേർത്ത മന്ത്രിസഭാ യോഗത്തിലും മന്ത്രി K രാജൻ PM ശ്രീയിൽ ഒപ്പുവയ്ക്കരുത് എന്ന് പറയുമ്പോഴും ഒപ്പുവച്ച ശേഷം മിണ്ടാതിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അങ്ങനെ മിണ്ടാതിരുന്ന മുഖ്യമന്ത്രിയാണെന്ന് ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത്. 1 മണിക്കൂറാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രി ചർച്ച നടന്നു. അതിനുശേഷം CPI മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായി കണ്ടു. അതിനുശേഷം ഇപ്പോൾ നിലപാടിൽ മാറ്റമില്ല എന്നുള്ള കാര്യമാണ് ബിനോയ് വിശ്വം അറിയിച്ചിരിക്കുന്നത്. ചർച്ചകൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. മറ്റന്നാളത്തെ മന്ത്രിസഭായോഗത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ ഇനിയും ചർച്ചകൾ സാധ്യതയുണ്ട്. നാളെയും ഒരുപക്ഷെ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും കൂടിക്കാഴ്ചകൾ നടത്തിയേക്കാം. മറ്റന്നാളത്തെ മന്ത്രിസഭായോഗത്തിന് തൊട്ട് മുൻപ് വരെ ചിലപ്പം ആ ചർച്ച നീണ്ടേക്കാം. അതുകൊണ്ട് ആ ചർച്ചകളിൽ പക്ഷേ എന്ത് ഉരുത്തിരിയുമെന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഈ PM ശ്രീയിൽ ഒപ്പിട്ട് പോയി, ഇനി പുറത്തേക്ക് പോകാൻ വയ്യ, അത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ഒപ്പിട്ടു എന്ന ചോദ്യമാണല്ലോ ആദ്യം വരുന്നത്. ആ ഒപ്പിടൽ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ആണ് എന്നുള്ള ചോദ്യമാണല്ലോ ഉയരുന്നത്. ഇനി അതിൽ നിന്ന് പിന്മാറാൻ വയ്യ എന്ന് പറയുന്നു മുഖ്യമന്ത്രി. ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായി പറയുന്ന ഫണ്ട് നമുക്ക് ഒഴിവാക്കാനാവില്ല. ആ ഫണ്ട് കിട്ടിയേ തീരുകയുള്ളൂ. പിന്നെ ഇനി ചർച്ചകളിലേക്ക് പോയിരുന്നെങ്കിൽ അത്രയും സമയം വൈകും. ആ സമയം ഇനി കാത്തിരിക്കാൻ വയ്യ എന്നാണ്. ഇതൊക്കെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക? കാരണം ഇത്ര വർഷങ്ങളായി ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ പോരാട്ടം നടത്തുകയും സമരം നടത്തുകയും ലേഖനങ്ങൾ എഴുതുകയും പ്രമേയം പാസ്സാക്കുകയും ചെയ്ത പാർട്ടി ഭരണം അവസാനിക്കാൻ 6 മാസം മാത്രം ബാക്കി നിൽക്കെ ഒപ്പിടുകയും ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്നതിനെ എങ്ങനെ ന്യായീകരിക്കും എന്നുള്ളതാണ്. ഇനി കിട്ടാനുള്ള കണക്കുകളൊക്കെ പറഞ്ഞല്ലോ. ഈ PM ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ SSA കിട്ടുകയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ഒപ്പിട്ടതെന്ന് പറയുന്നു. ഈ പ്രതിസന്ധിയൊക്കെ നേരത്തെ കാലങ്ങളിലുണ്ട്. നേരത്തെയുള്ള വർഷങ്ങളിലും അത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ അവസാന വർഷം അതിനുവേണ്ടി ശ്രദ്ധിക്കുന്നത്, അത് വേണമെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഈ ശമ്പളം കിട്ടാത്ത അധ്യാപകരുടെ പണം കൊടുത്തെങ്കിലും ആ പ്രശ്നം പരിഹരിക്കുക. അപ്പോൾ ആ വോട്ടും പ്രധാനമാണ്. ആ രൂപത്തിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ജനപ്രിയമായ കുറേ ബില്ലുകളൊക്കെ കൊണ്ടുവരുന്നു, അത് നിയമമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതൊക്കെ ഈ അവസാന നിമിഷത്തിലെ ഒരു പെട്ടെന്നുള്ള നടപടികളാണ്. അങ്ങനെ ഒരു നടപടിയായിട്ടാണ് ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് കൈപൊള്ളുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. CPI തുടക്കം മുതലേ പറയുന്നു. ഇന്നിപ്പോൾ രാജ പറയുന്നു NEP അപകടകരമായ പദ്ധതിയാണ്. NEP ആദ്യം പറഞ്ഞത് എന്താണ്? PM ശ്രീ വന്നാലും NEP പ്രശ്നം, NEP വരുന്നില്ല എന്ന് ആദ്യം ന്യായീകരണമായി പറഞ്ഞു. പിന്നെ NEP നടപ്പാക്കേണ്ടി വരുന്നപ്പോൾ NEP-ൽ എന്താണ് പ്രശ്നം എന്ന് വരെ ചോദിക്കുന്നതിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി എത്തിയത് നമ്മൾ കണ്ടാണ്. പിന്നീട് ആ വാർത്താ സമ്മേളനത്തിൽ പരസ്പര വിരുദ്ധമായ പലതും പറയുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു NEP ഒപ്പിടുന്നതിന് NEP-യിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച ശേഷം NEP ഒപ്പിടേണ്ടി വന്ന നിർബന്ധിത സാഹചര്യം കൂടിയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കേന്ദ്രം നിർബന്ധിച്ചു, കേന്ദ്രം സമ്മർദ്ദം ചെലുത്തിയെന്ന് പറയുന്നുണ്ട്. ഇതിനെതിരെ നിയമ പോരാട്ടത്തിന് ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ പോയതാണ് എന്ന വാർത്തകൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുകയായിരുന്നു ചീഫ് സെക്രട്ടറി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, തമിഴ്നാട് ഇതിനെ എതിർക്കുന്നു, പശ്ചിമ ബംഗാൾ എതിർക്കുന്നു. അങ്ങനെ എതിർക്കുന്ന സംസ്ഥാനമാണ് കേരളവും. അപ്പോൾ പശ്ചിമ ബംഗാൾ എതിർത്തുകൊണ്ടേയിരിക്കുന്നു. തമിഴ്നാട് എതിർത്തത് ഇതിനെയല്ല, സംവരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസാണെന്ന് പറയുമ്പോഴും തമിഴ്നാട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയിട്ടില്ല. ഇനി കോടതിയിലേക്ക് പോയിട്ട് അനുകൂല വിധി ഉണ്ടായിട്ടില്ല എന്ന വാദം പറയുകയാണെങ്കിലും ഒരു ശ്രമം നടത്തണ്ടേ? പ്രതിരോധം നടത്തുന്നു എന്നൊരു സൂചന വേണ്ടേ? അങ്ങനെ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു അനക്കമില്ലാതെ നേരെ പോയി ഒപ്പിടുന്നതിന് എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക? ഇവർ തന്നെ ഇത് നടപ്പാക്കിയാലുള്ള കുഴപ്പങ്ങളെക്കുറിച്ച്
കാണ്ഡമായി എഴുതി വെച്ച ലേഖനങ്ങൾ ഇവിടെ നിൽക്കുകയല്ലേ? അതൊക്കെ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴത്തെ മന്ത്രി അന്ന് 2020 എഴുതിയ 15 പോയിന്റുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. എന്തുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കണമെന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതിനെ ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഞങ്ങളിത് എക്സ്ട്രാ അഡീഷണൽ ടെക്സ്റ്റ് ബുക്ക്, അപ്പോൾ അവർ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കുന്നു. അവർ പഠിപ്പിക്കാൻ ഓൾറെഡി എഴുതി വെച്ച കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. ഇപ്പോൾ തന്നെ ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ, 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ IKS-ഉമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെൽത്തുമായി ബന്ധപ്പെട്ടതിൽ ദി അൾട്ടിമേറ്റ് ട്രഷർ എന്ന അധ്യായത്തിൽ വസൂരിക്ക് ഇന്ത്യ പരമ്പരാഗത ചികിത്സാ രീതി ഉപയോഗിച്ചിരുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നു. ആധുനിക വാക്സിനുകൾ വരുന്നതിന് ഏറെക്കാലം മുൻപ് വസൂരിക്കെതിരെ ഫലപ്രദമായ പ്രതിരോധ രീതി ഉണ്ടായിരുന്നുവെന്നാണ് ഇതിലെ വാദം. ഇങ്ങനെ പല വാദങ്ങളും ഇനി പഠിക്കേണ്ടി വരും. ഇനി പല കാര്യങ്ങളും പഠിക്കേണ്ടി വരും. ഇവിടെ വെല്ലുവിളിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ, സവർക്കറെ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കും. ഇത് ഇപ്പോഴതില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കരിക്കുലത്തിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ള വാദമൊന്നും നിലനിൽക്കുന്നതേയല്ല. ഇപ്പോൾ അത് പടിപടിയായി കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഇതാ ഞങ്ങൾ തീരുമാനമാക്കുന്നു, ഇതാണ് നിയമം, ഇത് ഈ ചട്ടക്കൂടിലാണ് പ്രവർത്തിക്കുക. അങ്ങനെയല്ല. RSS വിദ്യാർത്ഥികളിലേക്ക് കടന്നു വരാൻ, ചെറുപ്പത്തിലെ പിടികൂടുക എന്ന രീതി ഉപയോഗിച്ച് വിദ്യാർത്ഥികളിലേക്ക് കടന്നു ചെല്ലാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ അതെല്ലാം ആവിഷ്കരിക്കാനാണ് ഈ PM ശ്രീ നടപ്പാക്കുന്നത് തന്നെ. ഈ കരിക്കുലത്തിലൂടെ ഇനി വരുന്ന തലമുറയെ ഇതാണ് ചരിത്രം, ഇതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന പലതും മിത്തുകളാണ്. ഈ മിത്തുകൾക്കെതിരെയൊക്കെ സംസാരിച്ചവർ നമ്മുടെ CPM നേതാക്കളുണ്ടല്ലോ. അവരൊക്കെ ഇനി നിശബ്ദരാകേണ്ടി വരുമോ? മുദ്രാവാക്യങ്ങൾ എല്ലാ കാലത്തും നമ്മൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ അതത് സർക്കാരിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന നിസ്സഹായത പ്രകടിപ്പിക്കുന്ന പാർട്ടി സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്ത് മുദ്രാവാക്യമാണ് മുന്നോട്ട് വയ്ക്കുക? മുദ്രാവാക്യം വേണ്ടേ? എന്ത് മുദ്രാവാക്യമാണ്? ഇവിടെ കോൺഗ്രസിനെ പള്ളു പറഞ്ഞാൽ മാത്രം മതിയോ? ആത്യന്തികമായി ഇടതുപക്ഷത്തെ ഐക്യപ്പെടുത്തുന്നത് എന്താണ്? വർഗീയ വിരുദ്ധ സമീപനമല്ലേ? ആ വർഗീയ വിരുദ്ധ നിലപാടിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി എന്ത് പ്രസംഗിക്കാനാണെന്നേ? ഇപ്പോൾ പ്രകാശ് ബാബു പറഞ്ഞൊരു പ്രസക്തമായ കാര്യമുണ്ട്. ഞങ്ങൾ എന്തിന് LDF-ൽ നിന്ന് പോകണം? LDF എന്ന് പറഞ്ഞാൽ ഇടതു മുന്നണിയാണ്. ഇടതു നിലപാട് ഞങ്ങളാണ് എടുക്കുന്നത്. ഞങ്ങൾ എന്തിനു പോകണം? ഞങ്ങൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇവരിപ്പോൾ മുന്നണി മാറി CPM-ലേക്ക് UDF-ലേക്ക് പോകുമെന്നുള്ള വിഷയമൊന്നും അവിടെ നിൽക്കുന്നേയില്ല. അങ്ങനെ ഒരു ആലോചന പോലും അവർക്കില്ല. LDF-ൽ നിൽക്കുന്നു. ഇനിയിപ്പോൾ അവരെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രായോഗികമായ പ്രതിസന്ധി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കാത്ത പാർട്ടിയുമായി, വിശ്വാസം തകർത്ത പാർട്ടിക്കൊപ്പം ചേർന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. അത് തദ്ദേശ തിരഞ്ഞെടുപ്പായാലും അതെ, നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ആത്യന്തികമായി വർഗീയ വിരുദ്ധ നിലപാട് എന്നത് അത് പറഞ്ഞ് മുന്നോട്ട് പോകാൻ CPക്ക് കഴിയുമ്പോൾ CPM അത് ചെയ്തിട്ടില്ല എന്ന് കൂടി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക? ഇനി എന്തൊക്കെയാണ് CPക്ക് മുന്നിലുള്ളത്? മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അത് മുൻപും ചെയ്തിട്ടുണ്ടല്ലോ തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ. അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. അതിപ്പോൾ മറ്റന്നാൾ കഴിഞ്ഞാൽ തീരുമാനമായില്ലെങ്കിൽ അതൊരു തുടർച്ചയുണ്ടാകുമെന്ന് കേൾക്കുന്നു. അതിനുശേഷം 4-ാം തീയതിയിലെ കൗൺസിലിൽ ഒരുപക്ഷെ കടുത്ത തീരുമാനങ്ങൾ, മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് പോകും. ശരി, അത് കഴിഞ്ഞിട്ടോ? മന്ത്രിമാരെ പിൻവലിച്ചു കഴിഞ്ഞിട്ട് ഇതേ മുന്നണിയിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടേ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുക? അതൊരു പ്രതിസന്ധി തന്നെയാണ്. അതേസമയം CP എന്ന പാർട്ടിയുടെ അണികളോട് നെഞ്ചു വിരിച്ചു പറയാം, ഞങ്ങളുടെ നിലപാട്, ഇടതുപക്ഷ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രാജ്യത്ത് ആകെ ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ഇടത് നയം നടപ്പാക്കാനായില്ലെങ്കിൽ പിന്നെ എവിടെ നടപ്പാക്കാനാണ്? പിന്നെ എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇടത് നയമെന്ന് പറഞ്ഞു വെക്കുക? ഇതൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഓരോ സമയത്തും PM ശ്രീയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ മന്ത്രിമാരായാലും CPM ആയാലും വെള്ളം ചേർത്ത് പല കാര്യങ്ങളായി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ അതായത് ഫണ്ട് വാങ്ങുന്നു, കരിക്കുലത്തിൽ തൊടാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് നടപ്പാക്കാനാവുക? അതെങ്ങനെയാണ് സാധ്യമാകുക? ഇവിടെ മാത്രമായിട്ടൊരു ഉപാധിയുണ്ട്, അങ്ങോട്ടൊരു ഉപാധി വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രേഖ കാണട്ടെ. ഞങ്ങളൊരു ഉപാധി, ഞങ്ങൾക്ക് ഫണ്ട് വേണം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നില്ല. അതെങ്ങനെയാണ് പറയുക? ആരാണത് വിശ്വസിക്കാൻ പോകുന്നത്? ഇതാണ് ആത്യന്തികമായ അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിൽ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. ആ വിട്ടുവീഴ്ച നമ്മുടെ ഗതികേടാണ് എന്ന് പറയുമ്പോൾ ആ ഗതികേട് നേരത്തെയുണ്ട്. ഈ 3 വർഷങ്ങളില്ലാത്ത ഗതികേട്, ഈ അവസാന മാസങ്ങളിൽ ഉണ്ടാകുന്ന ഗതികേട്, അത് വിശദീകരിക്കേണ്ടി വരും. അതത്ര ദഹിക്കുന്നതുമല്ല. ജിമ്മി, ഇപ്പോൾ എന്തായാലും മുന്നണി പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചന. ഈ നിമിഷമെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ സംശയമുണ്ട്. കാരണം മന്ത്രിമാർ രാജിവെക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിലില്ല. അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ അവർ തീരുമാനിക്കുമായിരുന്നു. പക്ഷേ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് CPM കേന്ദ്രങ്ങൾ പറയുന്നത്. നാളെ മുഖ്യമന്ത്രിയുമായി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തും. അതായത് സമയം വാങ്ങിക്കൊണ്ടിരിക്കുന്നു CPI. അതേസമയം CPI തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് അവർ വിട്ടുനിന്നേക്കാം. എത്ര മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും? അതൊരു ചോദ്യമാണല്ലോ. അപ്പോൾ മുന്നണി പ്രതിസന്ധിയിലാണോ? ഈ നാട്ടിലൊക്കെ നാട്ടുമ്പുറങ്ങളിൽ ഉത്സവത്തിനുണ്ടാകുന്ന ഒരു പഴയ തർക്കമുണ്ട്. ഇപ്പോൾ അതുണ്ടാവില്ല. പണ്ട് ഈ വെടിക്കെട്ട് വേണോ വേണ്ടയോ, ഇപ്പോൾ 2 പക്ഷമായിട്ട് തിരിഞ്ഞു. ഒരു കൂട്ടർ പറഞ്ഞ് വെടിക്കെട്ട് വേണ്ട, ഒരു കൂട്ടർ പറഞ്ഞ് വെടിക്കെട്ട് വേണം. ഇതിനൊരു സമവായം ഉണ്ടാക്കാൻ പറ്റില്ല.
ഒന്നെങ്കിൽ വേണ്ട അല്ലെങ്കിൽ വേണം. അതുപോലൊരു പ്രത്യേക അവസ്ഥയിലാണ് പോയി നിൽക്കുന്നത്. PM ശ്രീ പദ്ധതി നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു, MOU സൈൻ ചെയ്തു. ഇനി അതിനകത്തുനിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ രേഖപ്രകാരം നമുക്കത് പിന്മാറാൻ പറ്റില്ല. CPI ആണെങ്കിൽ പിന്മാറിയേ പറ്റൂ എന്ന ഉറച്ച നിലപാടിലാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ വേണമെങ്കിൽ അതിനകത്ത് പിന്മാറുന്ന കാര്യം കേന്ദ്രത്തെ അറിയിക്കാം, കത്തെഴുതാം എന്നൊക്കെ പറഞ്ഞാലും പ്രായോഗികമായി നടക്കില്ല എന്നുള്ളതാണ്. അതിൻ്റെ MOU വായിച്ചാൽ ബോത്ത് പാർട്ടീസ് അംഗീകരിച്ചാൽ മാത്രമേ, അതിന് നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രീസ് ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ പൊതുവേ ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പക്ഷമേ ജയിക്കൂ ഇവിടെ. 2, ഇതിനകത്തുണ്ടായ CPIയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, സത്യത്തിൽ ഇപ്പോൾ PM ശ്രീ പദ്ധതി സ്മൃതി പറഞ്ഞതുപോലെ ശരിയോ തെറ്റോ എന്നുള്ളതല്ല വിഷയം. CPIയോട് നുണ പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. PM ശ്രീ മാറ്റിവെക്കൂ. മുന്നണിയിലൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷി ഈ വിഷയം 2024 ഉന്നയിക്കുന്നു, അന്ന് ക്യാബിനറ്റിൽ വരുന്നു, അന്ന് ചർച്ച ശേഷം വീണ്ടും ഇത് മാറ്റിവെച്ചു, അത് ഒരു തവണ ചർച്ച ചെയ്യുന്നു, തീരുമാനമെടുക്കാതെ പിരിഞ്ഞ ഒരു കാര്യം ക്യാബിനറ്റിൽ കൊണ്ടുവരാതെ നടപ്പിലാക്കി. പോട്ടെ, അതല്ല അതിനേക്കാൾ ഗുരുതരമായ വിഷയം, PM ശ്രീ പദ്ധതി നടപ്പിലാകാൻ പോകുന്നു എന്ന് പത്രവാർത്ത വരുമ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ വിളിച്ചിട്ട് ഇങ്ങനെ വിഷയത്തിൽ എതിർപ്പ് പറയുമ്പോൾ വരട്ടെ അത് നോക്കാം എന്നൊക്കെ പറയുകയാണ്. LDF ചേരണമെന്ന് പറഞ്ഞാൽ കത്തൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. ആ സമയമായപ്പോഴേക്കും ഇത് ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പിന്നീട് വരുന്ന വാർത്ത. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതും ബഹളം വെച്ചതും ഈ എതിർപ്പ് ഉന്നയിച്ചതുമൊക്കെ ആളുകൾ എന്തായി, CPI ആരായി? അതാണ് രണ്ടാമത്തെ വിഷയം. ചുരുക്കത്തിൽ CPIയെ ഇങ്ങനെ ഒരു വല്ലാത്ത ഘട്ടത്തിൽ കൊണ്ട് എത്തിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. ഞാൻ CPM നേതൃത്വം എന്ന് പോലും ഞാൻ പറയുന്നില്ല, സർക്കാരിൻ്റെ തലവൻ കൊണ്ട് എത്തിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഒട്ടും ആലോചിക്കാതെ ആയിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സംശയം. നോക്കൂ, ഈ മാസം 16-ാം തീയതി ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം ഞങ്ങളിത് ഒപ്പിടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും ക്യാബിനറ്റിലെ ഈ വിഷയം വരുമ്പോഴും ഇവരൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ CPM നേതാക്കൾ, മുഖ്യമന്ത്രിയും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയും ഇത് പറ്റില്ല CMA എന്ന് പറയുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ കരിങ്കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുകയാണ്. അപ്പോഴും അറിയാൽ ഇത് പുറത്തു വരും, ഇന്നല്ലെങ്കിൽ നാളെ ഈ വിഷയം പുറത്തു വരും, അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും എന്നുള്ളത് അറിയാം. അപ്പോൾ ഇതറിയാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത് ഒപ്പിടാനൊരു തീരുമാനമെടുത്തത്? CPIയുടെ വലിയ എതിർപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കെ ആ കാര്യം നടക്കട്ടെ എന്ന് തീരുമാനിച്ചത് എന്തിനായിരിക്കും? അത് വളരെ വേണമെങ്കിൽ കടത്തി ചിന്തിച്ച് ഒരു വലിയ രാഷ്ട്രീയ പ്ലാനിങ് ഇതിനകത്തുണ്ടോ? CPI പോകുന്നെങ്കിൽ പോട്ടെ, CPI ഒന്ന് നാണം കെടുത്തട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകുമോ? നമുക്കറിയില്ല. പക്ഷേ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, CPI തകർന്നു പോയത് അവിടെയായിരിക്കും. അവിശ്വസനീയമാണ് ഈ കാര്യത്തിൽ CPIയോട് CPM കാണിച്ച നിലപാട് എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം. നമുക്ക് വിശ്വസിക്കാനാവില്ല. ഒരു മുന്നണി മര്യാദയിൽ ഇങ്ങനെ നടക്കുന്ന യാതൊരു സാധ്യതയുമില്ല. ഇനി CPIക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് CPMൻ്റെ കാൽക്കുലേഷൻ ഞാൻ വിചാരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ്, അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. CPI എവിടെ പോകും? CPI എന്ത് ചെയ്യാൻ പറ്റും? തദ്ദേശ തിരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ മറുവശത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ആയിട്ടൊരു മുന്നണി ഉറച്ചു നിൽക്കുമ്പോൾ CPIക്ക് UDFൽ പോയി ഒരു ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്ന കാര്യം പ്രായോഗികമായി നടക്കില്ല. താത്വികമായി നടക്കണം, കാരണം BJPക്കെതിരെ ദേശീയ തലത്തിൽ CPIയും കോൺഗ്രസും ഒക്കെ ഒരുമിച്ചാണ്. പക്ഷേ ഒരു 2 മാസം കഴിഞ്ഞാൽ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് CPIക്ക് പോകാനാവില്ല. അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പും വരികയാണ്. ചുരുക്കത്തിൽ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിലപാടുകൾക്ക് വേണ്ടി ഏതറ്റം വരെ CPI പോകും എന്നുള്ളതായിരിക്കും CPM ആലോചിച്ചിട്ടുണ്ടാവുക. അത്രയൊന്നും കടത്തിപ്പോകാൻ സാധ്യതയില്ല എന്നാണ് CPM കരുതിയിട്ടുണ്ടാവുക. ഈ വിലക്ക് അവരുടെ എതിർപ്പിനെ ഞാൻ പരിഗണിക്കുന്നില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രിയല്ല മുഖ്യമന്ത്രിയും കരുതിയിട്ടുണ്ടാവില്ല. മുഖ്യമന്ത്രിയുടെ ഒരു ശൈലി വെച്ചിട്ട് അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന് അത് തോന്നി, അത് ശരിയാണെന്ന് തോന്നി, അദ്ദേഹം അതങ്ങ് ചെയ്തു. ഇത് CPMൻ്റെ ദേശീയ നേതൃത്വത്തിനും CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും വേറെ നിലപാടായിരുന്നെന്നും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ മധുരമെന്ന കോൺഗ്രസിനെതിരെ പ്രമേയം പാസ്സാക്കി എന്നുള്ളതൊക്കെ ഒരു വശം നിൽക്കും. പക്ഷേ പ്രായോഗികമായി ഇതാണ് ശരിയെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയാൽ, പിണറായി വിജയൻ തോന്നിയാൽ അതങ്ങ് നടപ്പാവും. അതിൻ്റെ കൂടെ ഇങ്ങനൊരു കാൽക്കുലേഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ CPIയുടെ കാര്യം എന്ത് ചെയ്യും? CPI എന്ത് ചെയ്യും? CPI ഇത്രയും ബഹളം വെച്ച് കഴിഞ്ഞു, ഇനി CPIക്ക് പുറകോട്ട് പോകാനാവില്ല. ഒരു പഴയ ചരിത്രമുണ്ട്. ഇതിനു മുമ്പ് CPM തമ്മിൽ അടിച്ചു പിരിഞ്ഞ, മന്ത്രിസഭയിൽ നിന്ന് അടിച്ചു പിരിഞ്ഞ കാലം 1967 സപ്തകക്ഷി മുന്നണിയാണ്. അവിടെ 65-ൽ മുസ്ലിം ലീഗും CPMും ചേർന്ന് മത്സരിക്കുന്നു ആദ്യമായി. ആ വലിയ സീറ്റുകൾ CPM നേടുക. അന്ന് 100-ഓ 110-ഓ സീറ്റേ ഉള്ളൂ. അതിൽ 45 സീറ്റോളം CPM നേടുന്ന ഇലക്ഷനാണ്. പക്ഷേ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. 67 ആകുമ്പോൾ മുസ്ലിം ലീഗും CPIയും CPMും ചേർന്നിട്ടാണ് ഈ മന്ത്രിസഭ രൂപീകരിക്കുന്നത്. അന്ന് തിരുവനന്തപുരത്ത് പഴവങ്ങാടിൽ നടന്ന ഒരു പ്രസംഗമുണ്ട്. അതാണ് പിന്നീട് ഈ മുന്നണിയെക്കുറിച്ച് എല്ലാ കാലത്തും പറയാറുള്ള കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ ഐക്യം ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. പറഞ്ഞത് ആരൊക്കെയാണെന്ന് അറിയാമോ? SA ഡാംഗയും P സുന്ദരയ്യയുമാണ്. ഇവർ രണ്ടുപേരും പിന്നീട് പല രീതിയിൽ അതിനു മുമ്പും അതിന് ശേഷമൊക്കെ വലിയ വിവാദ പുരുഷന്മാരായ ആളുകളാണ്. പഴവങ്ങാടിൽ വെച്ച് പറയുന്നു,
അതിന് 4 മാസത്തിന് ശേഷമാണ് CPIയിലെ TV തോമസ് ജപ്പാനിലേക്ക് പോകുന്നു. അപ്പോൾ അന്ന് ഇത് സാമ്രാജ്യത്വത്തിന് അടിയറ വയ്ക്കുകയാണ്, അത് ശരിയായില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചയാളുടെ പേര് സുന്ദരയ്യ എന്നാണ്. അവിടെയാണ് ഈ അടി തുടങ്ങുന്നത്. നോക്കൂ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ മറ്റൊരു സാമ്രാജ്യത്വ വിഷയമാണ്. ഇവിടെ സാമ്രാജ്യത്വമല്ല, കാവ്യവൽക്കരണമാണ്. എന്തായാലും CPMഉം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും വളരെ സജീവമായി എടുക്കുന്ന 2 വിഷയം, ഒന്ന് സാമ്രാജ്യത്വവൽക്കരണവും മറ്റേത് വർഗീയതയുടെ പേരിൽ ഇപ്പോൾ CPI ആണ് ഇതേ നിലപാടെടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറയുകയാണ്. പക്ഷേ 1967 2025 ഒരുപാട് വ്യത്യാസമുണ്ടെന്ന്. CPIയും CPMഉം ഏതാണ്ട് തുല്യ ശക്തികളാണ്. പിളർപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഏത് നിലപാടും എടുക്കാം. CPIക്ക് ഇന്ന് അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള ശക്തിയില്ല എന്നുള്ളത് ശരി. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാടിലേക്ക് നിർബന്ധിച്ച് കൊണ്ടെത്തിച്ചത് CPMൻ്റെ മർക്കടമുഷ്ടിയാണ്. ഒരു കാരണവശാലും ഒരു ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പലതവണ ചർച്ച നടത്തുന്നുണ്ടല്ലോ, ഇന്നലെ ഫോൺ ചെയ്യുന്നു, ഇന്ന് ഫോൺ ചെയ്യുന്നു, ഇന്ന് തമ്മിൽ കാണുന്നു. മുന്നണി മര്യാദയുടെ പേരിലെങ്കിലും ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ശക്തമായ എതിർപ്പ് ഉന്നയിച്ച CPI എന്നൊരു പാർട്ടിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമഭാവനയുണ്ടെങ്കിൽ, സമഭാവന വേണ്ട, സഖ്യകക്ഷിയാണെന്നൊരു ഭാവന ഉണ്ടെങ്കിൽ സംസാരിക്കണ്ടേ. ആ മര്യാദ ലംഘിച്ചത് CPIയുമാണ്. അപ്പോൾ പ്രശ്നം CPIഎമ്മിന് കൂടിയാണ്. ഇത് ഒരു കേരളത്തിലെ വിഷയമല്ല. നോക്കൂ, ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് പിന്നെ പ്രധാനപ്പെട്ട പാർട്ടികളാരാ? TMC, തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ തന്നെ DMK, സമാജ്വാദി പാർട്ടി, ഇവരൊക്കെ ഈ വിദ്യാഭ്യാസ നയത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത പാർട്ടികളാണ്. ദേശീയ തലത്തിൽ പിന്നെയുള്ള പാർട്ടി CPIയുമാണ്. ആ CPIയും എല്ലാവരും ചേർന്നെടുത്തൊരു നിലപാടിൽ വെള്ളം ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാരാണ് എടുത്തത്. അപ്പോൾ CPMനകത്ത് ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു വേള CPI മുന്നണി വിട്ട് പോയി എന്ന് തന്നെ വിചാരിക്കുക, ഇതുണ്ടാക്കുന്ന വാർത്താ പ്രകമ്പനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷി തന്നെ BJP പറയുന്നിടത്ത് പോയി ഒപ്പിട്ടില്ല എന്നായിരിക്കും. അപ്പോൾ സംസ്ഥാന തലം മുതൽ ദേശീയ തലം വരെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. തീർത്തും ശ്രദ്ധയില്ലാതെ വരുന്നവർ വെച്ച് കാണാം, എനിക്ക് തോന്നുന്നത് ശരി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് ഒപ്പിട്ട് കൊടുത്തത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നവും. പക്ഷേ പ്രായോഗിക തലത്തിൽ ഞാൻ കരുതുന്നത് മന്ത്രിമാരെ നാളത്തെ ഇനിയുള്ള ക്യാബിനറ്റ് യോഗങ്ങളിൽ നിന്ന് പിൻവലിക്കാതെ ഒരു വഴിയുമില്ല CPIക്ക്. പക്ഷേ CPIക്ക് അതിനപ്പുറത്തേക്ക് എവിടം വരെ പോകും? ഒരു പക്ഷേ മന്ത്രിമാരെ രാജിവെപ്പിച്ചുകൊണ്ടും ഇനിയുള്ള ഈ സർക്കാരുമായി ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കാം, അതും ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞാലോ ഈ മുന്നണി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ മുന്നണി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കേണ്ടി വരും. അപ്പോൾ വോട്ടർമാരോട് എന്തു പറയും? ഇപ്പോൾ തന്നെ എന്തു പറയും ഈ ബഹളങ്ങളുടെയും പേരിൽ? അങ്ങനെ ഒരു വിഷമവൃത്തത്തിൽ എത്തിച്ച് കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, CPMൻ്റെ സർക്കാരാണ്. അവർക്കിത് കുറച്ചുകൂടി ഗൗരവത്തോട് കൈകാര്യം ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. മുന്നണിക്കുണ്ടായ ഇപ്പോഴുള്ള ദോഷം, ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷം, അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം മുന്നണി മര്യാദ ലംഘിച്ചതാണ്. PMC പദ്ധതിയിൽ തട്ടി മുന്നണി പ്രതിസന്ധിയിലായോ എന്നുള്ളതാണ് ചോദ്യം. ആൻഡ്രൂ, മുന്നണി പ്രതിസന്ധിയിലാണോ? ഈ നിമിഷം വരെയും ബിനോയ് വിശ്വം എന്താണ് മനസ്സിലിരിപ്പെന്ന് തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളിലൂടെയൊക്കെ നൽകുന്ന സൂചന എന്ന് പറയുന്നത് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. നാളെയും മുഖ്യമന്ത്രിയുമായിട്ട് നേരിൽ കാണുന്നുണ്ട്. ഇത് പക്ഷേ ആദ്യമായിട്ടായിരിക്കും മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി ബിനോയ് വിശ്വവുമായി സംസാരിച്ചിട്ടും മുന്നണിയിൽ ഈ പ്രതിസന്ധി ഇപ്പോൾ ഒഴിയാതെ നിൽക്കുന്നത്. മുന്നണി പ്രതിസന്ധിയിലാണോ? ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 2014 ഒരു മന്ത്രിസഭാ യോഗത്തിൻ്റെ സമയത്താണ് ഈ പറയുന്ന PM ശ്രീയുമായി ബന്ധപ്പെട്ട ഫയൽ അവിടെ വരുന്നത്. 2024. അപ്പോൾ ഈ 2024 ഇത് 2025 അന്ന് ആ യോഗത്തിന് വന്നു, അത് മാറ്റി വെച്ചു, അടുത്തൊരു യോഗത്തിന് എടുക്കാമെന്ന് പറയുന്നു. അടുത്തൊരു യോഗത്തിന് 2024 തന്നെ വരുന്നു. 2025 ഏപ്രിൽ. ഇത് ഏതാ മാസം? ഇത് നവംബറാണ്, അല്ല ഒക്ടോബറാണ്. അപ്പം ആ സമയത്ത് തന്നെ അത് പിന്നീട് എടുക്കാം. ഇത് അന്ന് ചർച്ച ചെയ്യാൻ പറ്റില്ല, കാരണം ആ ലിസ്റ്റിലുണ്ടായിരുന്നില്ല, അന്നത് ചർച്ച ചെയ്യാൻ കഴിയില്ല, അത് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യം വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നാഷണൽ സംവിധാനത്തിൻ്റെ ഭാഗമായി SSIയുടെ പണം SSIൻ്റെ പണം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയും ഇതിങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അതൊരു ഘട്ടം കഴിഞ്ഞ് സൈനിങ്ങിലേക്ക് എത്തിയ സമയത്താണ് ഈ പറഞ്ഞ പത്രവാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞിരുന്നു, കാരണം കേന്ദ്രമായിട്ട്. പക്ഷേ അതിനകത്ത് ഒരു CPM ഒരു ഇൻറ്റൻഷനോടുകൂടി മൂവ് ചെയ്ത സംഭവമല്ല. ഇത് ഈ PM ശ്രീ നടപ്പിലാക്കാം, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാം എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് മുന്നോട്ട് നടക്കിയൊരു കാര്യമല്ല. പക്ഷേ എന്താണ്, ഒരു സൈഡിൽ കൂടെ ഇത് മുന്നോട്ട് പോയി, അത് നടപ്പിലാക്കി. അത് ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഈ പുതിയൊരു മന്ത്രിസഭാ യോഗത്തിലേക്ക് CPIയും അതിനുശേഷം ചർച്ച ചെയ്തിട്ടില്ല.
അതെടുത്ത് വെച്ചിട്ടില്ല. എങ്ങനെയാണ് മാധ്യമ വാർത്തകളിൽ കൂടെ ഈ പുറത്ത് വരുന്ന സമയത്ത് ഗോവിന്ദൻ മാഷെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എന്താ ഈ പറയുന്ന കാര്യം നടക്കുന്നത്, അത് ആലോചിച്ച് നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റേജ് കഴിഞ്ഞു പോകുമ്പോൾ എന്താണ് ഇത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു നയത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അങ്ങനെ എന്താണ് നടപ്പിലാക്കേണ്ടി വന്ന അവസ്ഥയിൽ എത്തിയതിന് ശേഷമാണ് CPI അതിൻ്റെ ഒരു ഇടപെടൽ വരേണ്ടത്. പക്ഷേ അതിൻ്റെ അകത്ത് എനിക്ക് പറ്റി, കാരണം ഈ ഇടതു മുന്നണിയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ചെറിയ ഇടതു മുന്നണിയുടെ ചെറിയ പാർട്ടികൾ, ഇപ്പോൾ ഈ പിന്നെന്താ ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടി പോലെയുള്ള അല്ലെങ്കിൽ ഈ ചെറിയ പാർട്ടികളെല്ലാം ചിലപ്പോൾ പത്രക്കാരെക്കുറിച്ചും NCP പോലെയുള്ള പാർട്ടിക്കാരുടെ മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങൾ പറയുകയും മാധ്യമങ്ങൾ കൂടെ ഉന്നയിച്ച് അതിന് വലിയ സംഭവമാക്കി LDFിൽ കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു ശൈലി ചെറിയ മുന്നണികൾക്കുണ്ട്. പക്ഷേ CPM CPI പോലെയുള്ള മുന്നണികൾ എങ്ങനെയും അതെന്താണ് അതങ്ങനെ ചെയ്യാറില്ല. പൊതുവെ എങ്ങനെയാണ് ചെയ്യുക? അത് മുഖ്യമന്ത്രിയായിട്ടും ഗോവിന്ദ മാഷൊക്കെയായിട്ട് ഒരു യോഗം വിളിച്ചു ചേർത്തു, അല്ലെങ്കിൽ LDF യോഗം വിളിക്കാൻ കത്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് ന്യായമായി അത് സംസാരിക്കുകയും അതിനകത്ത് ഒത്തുതീർപ്പുണ്ടാവുകയും ചെയ്യും. ഇതിനകത്തൊരു പ്രശ്നം പറ്റി. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇത് CPI നടത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ LDF യോഗത്തിലല്ല ഇത് പറഞ്ഞത്, അത് CPMൻ്റെ നേതാക്കന്മാരോടല്ല ഇത് പറഞ്ഞത്. ഇതെന്ത് ചെയ്യും? പത്രക്കാരോട് ചർച്ച ചെയ്ത് വേറൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പോൾ എന്താ സംഭവിക്കുക? 66 MLA ഉള്ള ഒരു പാർട്ടി, മറ്റേത് 16 MLA ഒരു പാർട്ടി. അപ്പോൾ ഈ 66 MLA കേരളം 62 സ്വതന്ത്രന്മാരെ കൂട്ടിയിട്ട് 66 തന്നെ കൂട്ടാലോ. അപ്പം അത്രയും ആൾക്കാരെ ഉള്ള ഒരു പാർട്ടി, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകക്ഷിയുള്ള പാർട്ടി, അവരുടെ അണികളുടെ വിശ്വാസത്തിലെടുക്കാൻ അവർ ഉറച്ചു നിൽക്കണോ? അല്ലെങ്കിൽ CPI 16 MLA മാത്രമേ ഉള്ള CPI പോലെ താരതമ്യേന അവളെക്കാളും 1/3 മാത്രം താഴെ നിൽക്കുന്ന ഒരു പാർട്ടി അവരുടെ വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കണോ എന്നുള്ള നിലയിലേക്ക് ഇത് കൊണ്ടെത്തിച്ചത് CPI തന്നെയാണ്. അത് CPM എന്നാണ് പറയാൻ കഴിയില്ല. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക? നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി ഇതിൻ്റെ അകത്തൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത്. സൊല്യൂഷൻ ആർക്കാണ് കണ്ടെത്താൻ കഴിയുക? അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടെ തീരുമാനം എടുക്കാനേ കഴിയുള്ളൂ. അവർ രണ്ടുപേരാണ് ഇന്ന് ഇരുന്നത് അല്ലേ? ആ ഇരുന്നതിൻ്റെ അകത്ത് എന്താ ചെയ്യാൻ കഴിയുക? ഒപ്പിട്ടത് വലിച്ചു കയറി കളയാൻ കഴിയില്ലല്ലോ. എന്താണ് ചെയ്യാൻ പറ്റുക? ഇവിടെ മരവിപ്പിക്കാം എന്ന് പറയാം. അതാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമുക്ക് ചർച്ചകളൊക്കെ മനസ്സിലാകുന്നത് മുഖ്യമന്ത്രി എന്താ പറയുന്നത്, മരവിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അതോടുകൂടി അത് അവസാനിക്കേണ്ടതാണ്. ഇതിനപ്പുറത്തേക്ക് പോയിട്ട് CPI എന്ത് ചെയ്യാൻ പോകാനാണ്? CPIക്ക് ഇപ്പോൾ മന്ത്രിമാരെ, ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ മന്ത്രിമാരെ പിൻവലിച്ചിട്ട് അത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം തീരുമാനമാകുമോ? മന്ത്രിമാരെ പോലും രാജിവെപ്പിച്ച CPIക്ക് നിലനിൽക്കാൻ പറ്റുമോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ CPMനെയും CPIനെയും ഇടതുപക്ഷ പാർട്ടിയാണ് എല്ലാവരും കാണുന്നത്. BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അങ്ങനെയാണ് കാണുന്നത്. ഈ CPMനെ പ്രകാശം ഇദ്ദേഹം പറഞ്ഞ പോലെ CPM കോൺഗ്രസിൻ്റെ കൂടെ കൂട്ടിക്കെട്ടാൻ കഴിയുമോ? ഞാൻ വിചാരിക്കും അങ്ങനെ കൂട്ടിക്കെട്ടിയാൽ ഏതെങ്കിലും ഒരു CPI അതിനകത്തുണ്ടാവുമോ? ആ അണി മുഴുവൻ അപ്പോൾ CPMലേക്ക് പോകും. ഇപ്പോൾ തന്നെ സംഭവിക്കുന്നത് എന്താ അറിയോ? പലയിടങ്ങളിലും CPIയിലെ അണികൾ CPMലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ അവർ കോൺഗ്രസിലേക്ക് പോയാൽ, കാരണം 3-4 പതിറ്റാണ്ടുകളായി ഈ കോൺഗ്രസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പാർട്ടി ഒറ്റയടിക്ക് നേരെ കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഏതിൽ അണികളുണ്ടാവുമോ കൂടെ പോകാനുള്ള അണികൾ മുഴുവൻ CPMലേക്ക് പോകുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു നിലപാട് CPIക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ എന്താ എടുക്കാൻ കഴിയുക? പിന്നെ എടുക്കാൻ കഴിയുന്നത് ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അങ്ങനെ നിലപാട് സ്വീകരിച്ച മുൻശാരിയുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരം കലക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഇതേ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നേ. ഇത് എന്താണ്? അത് ഇലക്ഷനെ തൊട്ട് സുനിൽകുമാറൊക്കെ അതിനുവേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ്. അതിനപ്പുറത്തേക്ക് CPIനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നില്ല CPM അത് മുതലെടുക്കാൻ നിൽക്കുന്നുള്ളത്. ഇന്ന് പിണറായി വിജയൻ അദ്ദേഹവുമായിട്ട് അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയില്ലേ? അവർ തമ്മിലല്ലേ അതിന് തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. ഇതിനകത്ത് വേറെ ആർക്കെങ്കിലും തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ പറഞ്ഞ ബിനോയ് വിശ്വത്തിനും പിണറായി വിജയനും അല്ലാതെ വേറെ ആർക്കെങ്കിലും അതിനകത്ത് തീരുമാനം എടുക്കാൻ കഴിയും? ഒരാൾക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞപ്പോൾ സാധാരണ പിണറായി വിജയൻ പറയുന്ന സമയത്ത് അത് ഇങ്ങനെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പോരുകയാണ്. അത് ബിനോയ് വിശ്വം പറയുന്നത് എന്താണ്? ഞങ്ങൾ ഉന്നയിച്ച കാര്യത്തിന് തീരുമാനമായിട്ടില്ല. അപ്പോൾ തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ തീരുമാനം എന്താണെന്നും കൂടി ഇവരുടെയും കൂടി ഒരു അഭിപ്രായം വേണ്ടേ? ഞാൻ ആ അഭിപ്രായം കേട്ടില്ല. CPIയിൽ നിന്നും ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ സൈൻ ചെയ്ത കാര്യത്തിൽ എങ്ങനെ പിന്മാറാൻ കഴിയുക? പ്രായോഗിക പ്രശ്നമില്ലേ? കോടതി പോകാൻ പറ്റും, ഒന്നിലേക്ക് കോടതി പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൽ പിന്മാറുക എന്ന് പറയുന്ന സംവിധാനം ഇല്ലാന്നേ. കാരണം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതോടെ അവസാനിച്ചു. പിന്നെ എന്താ ചെയ്യുക? ഞങ്ങൾ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകില്ല എന്ന് പറയാം. അത് ഓൾറെഡി പിണറായി വിജയൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതോടുകൂടി ഇത് അവസാനിക്കേണ്ടതാണ്. അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല. അല്ല, അങ്ങനെയാണ്. കാരണം അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇനി എന്താണ്? പിന്നെ ഈ പറഞ്ഞ PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യം കേരളത്തിലെ 300 ശിക്ഷ സ്കൂളുകൾക്ക് കിട്ടുന്ന എത്ര 200 കോടിയിൽ താഴെയാണ്. അതിനകത്ത് 2 വർഷം പോയി. ഇനിയിപ്പോൾ വളരെ തുച്ഛമായ പൈസ കിട്ടാനുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. ഈ SSIയുമായി ബന്ധപ്പെട്ട പൈസയിൽ ഏകദേശം 1400 കോടി കിട്ടാനുണ്ട്. അതിൻ്റെ അകത്ത് 800 കോടി കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പം PM ശ്രീ സൈൻ ചെയ്തുകൊണ്ടാണെങ്കിൽ ആ 800 കോടി കിട്ടുന്നുണ്ടല്ലോ.
അത് 800 കോടി കിട്ടിയില്ലേ? അപ്പോൾ അതോടുകൂടി ഇനി ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞാലും അത് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം PMC SSIയുമായി ബന്ധപ്പെട്ട പണം കിട്ടുന്നു. അതോടുകൂടി ഇത് അവസാനിക്കുകയും ഇതിനെ മറ്റേ ഇദ്ദേഹം പറഞ്ഞ പോലെ താത്വികമായ അവലോകനം നടത്തി ഇതിനെ കോംപ്രമൈസ് നടത്തുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്പറേഷൻ ഇല്ല. അല്ല, CPI ഇതിനകത്ത് മസിൽ പിടിച്ചിട്ട് CPIക്ക് നഷ്ടപ്പെടും എന്നുള്ളതല്ല. CPM എടുത്ത നടപടി CPMന്റെ അണികൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അങ്ങ് കരുതുന്നത്? CPMന്റെ അണികൾക്ക് ബോധ്യപ്പെട്ടു? അല്ല, CPMന്റെ അണികൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. എന്താണെന്നറിയോ, എല്ലാ കാലത്തും ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ മനസ്സിലാക്കാൻ അറിയോ, സാമ്പത്തികമായി കേരളം വലിയ ഞെരുക്കത്തിലുണ്ടെന്നേ. കാരണം കേരളം ഞെരുക്കത്തിൽ പെടുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ കിഫ്ബി എന്ന് പറഞ്ഞൊരു സാധനം കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ അടിസ്ഥാന വികസനങ്ങളും മറ്റുള്ള വികസനങ്ങളും ഒക്കെ പ്രശ്നത്തിൽ പോയേനെ. കാരണം കാര്യമായ ഫണ്ടുകളൊന്നും കേന്ദ്രം കൊടുക്കുന്നില്ല. പ്രധാനപ്പെട്ട ഫണ്ടുകളെല്ലാം ഓരോ കേന്ദ്ര സർക്കാരിൻ്റെ പേരിട്ട് വെച്ചിരിക്കുകയാണ്. ഇന്ന PM ശ്രീ, ഇന്ന പ്രധാനമന്ത്രി യോജന, മറ്റു അങ്ങനെ കുറേ പേരിട്ട് വെച്ചിരിക്കുകയാണ്. വീട് പണിയാൻ ഇപ്പോൾ എന്താണ് നമ്മുടെ പാവപ്പെട്ടവർക്ക് വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഉണ്ടല്ലോ, അതിൽ വരെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും പേരും സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കണം. ഇത് ചെയ്താലേ അവിടുന്ന് പണം കിട്ടുകയുള്ളൂ. എന്താണ് പിന്നെ ആശുപത്രികളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിപാടി നടത്തണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പേരും ഫോട്ടോയും സ്റ്റിക്കർ ഒടിച്ച് വെച്ചാലും മാത്രമേ അവിടെ പണം കിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ വകുപ്പുകളിനകത്തും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിൽ കേന്ദ്രം കൊണ്ടെത്തിച്ച് അത് യാഥാർത്ഥ്യമാണെന്നേ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇനിയിപ്പോൾ ഞാൻ പറയാം, ഇനി കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയും ഞങ്ങൾ ഒപ്പിടില്ല അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ 80% പണവും കിട്ടാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അതിനെന്താ, അതിന് വേറെ കുറുക്ക് വഴികൾ നേടുക. കുറുക്ക് വഴികൾ എന്ന് പറയുന്നത് അവരുടെ നയം ഇവിടെ നടപ്പിലാക്കുക എന്നുള്ളതല്ല. ആ നയം നടപ്പിലാക്കുന്നതിന് പകരം എന്താണ്, പണം മേടിച്ചെടുക്കാൻ വേണ്ടിയുള്ള അവർ കുറുക്ക് വഴിയിൽ കൂടിയാണ് ഇത് നടപ്പിലാക്കുന്നതെങ്കിൽ അതേ കുറുക്ക് വഴി ഇവിടെ നടപ്പിലാക്കാതിരിക്കാനും നടപ്പിലാക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു, ഈ എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് RSSൻ്റെ അജണ്ടകൾ നടപ്പിലാക്കണമെങ്കിൽ കേരളത്തിൽ അത് പ്രാക്ടിക്കലല്ല. നമ്മൾക്ക് പറയാം അതത്ര അങ്ങനെ അത് പഠിപ്പിക്കാൻ അധ്യാപകരെ കേരളത്തിൽ കിട്ടിക്കോണമെന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറയലുണ്ടത്. കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അതുപോലെ അധ്യാപക പ്രസ്ഥാനങ്ങളും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പം ഇതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണ്ട, ഇതുപോലെയുള്ള നിലപാടുകളെല്ലാം കേന്ദ്രത്തേക്ക് ഫണ്ട് വേണ്ട. അത് CPIൻ്റെ. അപ്പം ഞാൻ പറയുന്നത് എന്താണ്, CPI വായിരിക്കുന്ന വകുപ്പുകൾ ഇപ്പോൾ കൃഷി വകുപ്പിൽ ഇങ്ങനെ പണം സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസം വേറെയാണല്ലോ. അല്ല, വിദ്യാഭ്യാസം വേറെയാണെന്നേ ഞാൻ പറയുന്നത്. ആ വകുപ്പിന് അവരുടെ വകുപ്പുകൾ നടത്തിക്കൊണ്ട് പോകാൻ കേന്ദ്രത്തിൽ നിന്ന് പണം കൈകാര്യം ചെയ്യാം. ഈ വകുപ്പിന് ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പാടില്ല. പക്ഷേ ശിവൻകുട്ടി മിനിസ്റ്റർ ക്ലാരിറ്റിയോടുകൂടി പറയുന്നുണ്ടല്ലോ, ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഞങ്ങൾ ഈ പണം മാത്രം മേടിക്കില്ല മാത്രമേ ലക്ഷ്യമുള്ളൂ. കാരണം ഇത് കിട്ടണ്ടേ. SSI എന്ന് പറയുന്ന സംവിധാനം നമുക്ക് പറയാം. എന്തുകൊണ്ടറിയോ, 80% അധ്യാപകർക്കും പണം കൊടുക്കാൻ കഴിയുന്നില്ല, സാലറി കൊടുക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ കിട്ടണമെങ്കിൽ കേന്ദ്രം പണം തരണം. കേന്ദ്രം എന്നിട്ട് പറഞ്ഞാൽ ഇപ്പം എന്താ അറിയോ, അയ്യോ ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ പണം വെച്ച് നടത്താനാണെങ്കിൽ പിന്നെ കേന്ദ്രം ഭരിച്ചാൽ പോരാ, കേരളം ഭരിക്കണ്ടല്ലോ എന്നാണ് പറയുന്നത്. അതൊരു ന്യായീകരണം മാത്രമാണ്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. CPI സംബന്ധിച്ചിടത്തോളം CPI ഇപ്പോൾ സ്വന്തം കുഴി തോണ്ടുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കുകയാണെങ്കിൽ CPIക്ക് നല്ലത്. ഇതിന് ഇങ്ങനെ ഇത്ര മാത്രം കണ്ട ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിൽ തമ്മിൽ അടി ഉണ്ടാക്കുമല്ലോ, ആരെങ്കിലും പുറത്തുനിന്ന് ചോദ്യം ചെയ്യാൻ നിന്നാൽ ഇതാണ് അത് കണ്ടത്. ഇപ്പം പിണറായി വിജയനും വിജയവിശ്വനും എല്ലാ പരിപാടിക്കും പങ്കെടുക്കും, എല്ലാ കാര്യങ്ങളും നടക്കും, മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉള്ളിലുണ്ട്. അത് തീരുന്നൊരു ദിവസം വരും, അധികം താമസിക്കാതെ വരും എന്നുള്ളതാണ്. അല്ല, ഞാൻ വിചാരിക്കുന്നില്ല മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പോലും, മറ്റന്നാൾ ബുധനാഴ്ച നടക്കാൻ പോകുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പോലും ഈ മന്ത്രിമാരെ പിൻവലിക്കുന്നു. ഞാൻ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ട് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ ക്യാബിനറ്റിൽ 2 തവണ വന്നൊരു വിഷയം മാറ്റിവെച്ചൊരു വിഷയം, അതുപോലെ CPI അല്ല ചോദിക്കേണ്ടത്, അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയല്ലേ. ഇങ്ങനൊരു സംഭവം മാറ്റിവെച്ച് കഴിഞ്ഞാൽ അതൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു ക്യാബിനറ്റിൻ്റെ വന്നൊരു വിഷയം അത് കാണിക്കാനുള്ളൊരു മര്യാദ, അതൊരു ബേസിക് മര്യാദയല്ലേ. രാഷ്ട്രീയ മര്യാദ ഇതിൽ പാലിച്ചില്ല എന്നുള്ളത് വസ്തുത. അല്ല, അത് ഞാൻ പറഞ്ഞത് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി തെറ്റിക്കഴിഞ്ഞാൽ ഇത് 2 എതിർ പാർട്ടികളല്ലല്ലോ, ഇവർ തമ്മിൽ പ്രധാനപ്പെട്ട ആൾക്കാർ. അത് പ്രശ്നമല്ല, അത് മാധ്യമങ്ങളിലെടുത്ത് ചർച്ച ചെയ്ത് ഞങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയുന്നത് അല്ല ശൈലി. അങ്ങനെയാണ് ആ സെയിം ശൈലി CPM സ്വീകരിക്കുന്നില്ലല്ലോ. CPM ചെയ്ത് കഴിഞ്ഞാൽ CPM അതുപോലെ ചെയ്യണം. ഇതിപ്പോ എന്താണെന്നറിയോ, ഇതിപ്പോ ഈ മാങ്ങ പഴുത്ത് കിടക്കുമ്പോ മേലെ മാങ്ങ പഴുത്ത് കിടക്കുന്ന സമയത്ത് താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നും ഇതൊന്ന് താഴേക്ക് വീണ് കിട്ടിയാൽ നല്ല മാങ്ങയാണല്ലോ എന്ന് വിചാരിക്കും. അത് കുറേ നേരം ഇങ്ങനെ നാക്കിന് വെള്ളം ഒലിപ്പിച്ച് നിൽക്കുക എന്നുള്ളതല്ലാതെ അത് വീഴാനും പോകുന്നില്ല, ഇത് കിട്ടാനും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. മാങ്ങയാണോ PM ശ്രീ? അല്ല, യഥാർത്ഥത്തിൽ അതിനോടൊപ്പം വരുന്ന ഒരു മാങ്ങാക്കൂട്ടം ഉണ്ടല്ലോ SSA എന്ന് പറയുന്നത്. ഈ എൻ്റെ ഒരു വിഷയത്തെ ഞാനിത് സമീപിക്കും. നേരത്തെ സ്മൃതിക്ക് പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് തുടങ്ങാം. ഏത് മുദ്രാവാക്യത്തിലായിരിക്കും LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? അത് LDFിൻ്റെ കയ്യിൽ മുദ്രാവാക്യങ്ങളൊക്കെ വ്യക്തമാണ്, നമ്മുടെ മുന്നിൽ കണ്ടല്ലോ.
ഇന്ത്യക്ക് സാമ്പത്തികമായ ധനവിതരണത്തിന് യൂണിയൻ ഗവൺമെൻറ്റിനുള്ള കേന്ദ്ര സർക്കാരിനുള്ള അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ഒന്നാകെ ഞെക്കിപ്പിഴിയുമ്പോൾ ഡൽഹിയിൽ പോയി സമരം നടത്താനും അവിടെ നിന്ന് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് കേസ് പോകാനും അവിടെ ശക്തമായ നിലപാടെടുക്കാനും ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ധൈര്യമായി പറയും. ഇന്ന് തെരുവിലൊരു കുട്ടിയോട് നിങ്ങൾ ചോദിക്കൂ, തെരുവിലൊരു സാധാരണ കർഷകനോട് ചോദിക്കൂ, കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയ്ക്ക് കാരണം എന്താണ്? അവർ പറയുന്ന ആദ്യത്തെ വാചകങ്ങളിലൊന്ന് കേന്ദ്രം നമ്മളെ ഞെരുക്കുന്നു എന്നുള്ളതാണ്. ഇത് രാഷ്ട്രീയമായി കേരളത്തിൽ ഒരാശയപരമായിട്ട് വിനിമയം ചെയ്തു, ആശയപരമായി കേരളത്തിലെ ജനങ്ങളെ അറിയിച്ചു എന്നുള്ളതാണ് LDF സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിനോടുള്ള സമരത്തിൻ്റെ ഒരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ എനിക്ക് മറുചോദ്യമുണ്ട്, പ്രതിപക്ഷം എന്ത് മുദ്രാവാക്യമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ പോകുന്നത്? PMCക്കെതിരെയുള്ള ഒരു മുദ്രാവാക്യം കേരളത്തിലെ കോൺഗ്രസിന് ഉയർത്താൻ കഴിയുമോ? കേരളത്തിലെ കോൺഗ്രസിന് ഉയർത്താൻ കഴിയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ? PMC, ഞാൻ അത്ഭുതപ്പെടുകയാണ്. UDSF മറ്റന്നാൾ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജസ്ഥാനിൽ ഈ PMC പദ്ധതി ഒപ്പിട്ടതാരാണ്? അത് കോൺഗ്രസ് അല്ലേ? ഞാനൊരു കണക്ക് പ്രേക്ഷകരോട് പറയാം. 4 സംസ്ഥാനങ്ങളെടുക്കൂ. രാജസ്ഥാൻ അന്ന് ഒപ്പിട്ടപ്പോൾ, ഇന്ന് രാജസ്ഥാനിൽ ഭരണം നഷ്ടപ്പെട്ടു. രാജസ്ഥാനിൽ 639 സ്കൂളുകളാണ് അന്ന് അശോക് ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിൽ PMC പദ്ധതിയിൽ ഒപ്പിടുന്ന ആദ്യത്തെ 13 സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറിയത്. കോൺഗ്രസ് ഭരിക്കുന്ന ഈ അതേ രാജസ്ഥാൻ, ഓർമ്മിക്കണം, അന്ന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അടക്കം NEP പദ്ധതിയെ സംശയിക്കുകയും കോൺഗ്രസിൻ്റെ ബുദ്ധിജീവികൾ NEPക്കെതിരെ ഖണ്ഡമായി ഇതേപോലെ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അശോക് ഗെഹ്ലോട്ട് ഈ NEPയുടെ വരും വരായികളെക്കുറിച്ച് ആലോചിക്കാതെ തന്നെ PMC പദ്ധതിയിൽ ഒപ്പിട്ട് 639 സ്കൂളുകൾ ഈ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയുടെ ഭാഗമായി രാജസ്ഥാനിൽ നടപ്പിലാക്കി. 2022 ആദ്യത്തെ ബാച്ചിൽ വന്ന സ്റ്റേറ്റിൻ്റെ പേരാണ് രാജസ്ഥാൻ. ഭരിച്ചത് അശോക് ഗെഹ്ലോട്ട്, അവിടെ നേതൃത്വം നൽകിയത് കോൺഗ്രസ്. ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ, തെലങ്കാന ഒപ്പിട്ടത് BJP ആണ്. പക്ഷേ അതിൻ്റെ 2ാം ഗഡു കൈപ്പറ്റിയതാരാ? രേവന്ത് റെഡ്ഡി അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന് 30 ദിവസം മുമ്പ് ഒരു നോട്ടീസ് സെർവ് ചെയ്യുകയും ഇതിൽ നിന്ന് പിന്മാറുന്നു. പഞ്ചാബ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് ഈ പദ്ധതിയിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ളൊരു റിക്വസ്റ്റ് കേന്ദ്രത്തിന് കൊടുത്തു. അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഈ പദ്ധതി ഞങ്ങൾക്ക് വേണ്ട. പഞ്ചാബിന് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു, അവിടെ സ്കൂൾ ഓഫ് എമിനൻസ് എന്ന പദ്ധതിയാണ്. രേവന്ത് റെഡ്ഡിയുടെ കയ്യിൽ എന്ത് പദ്ധതി ഉണ്ടായിരുന്നു? ഒരു കുന്തം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡി എന്ത് ചെയ്തു? കിട്ടിയ പണം പോരട്ടെ, എന്താണോ ചന്ദ്രശേഖർ റാവു ഒപ്പുവെച്ചത് അതേപടി തുടരാൻ തീരുമാനിച്ചു. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെ സ്കൂളിൽ തെലങ്കാനയിൽ 794 സ്കൂളുകൾ PMC പദ്ധതിയിൽ ഇന്നിപ്പോൾ ചേർത്തിട്ടുണ്ട്. രേവന്ത് റെഡ്ഡിയുടെ വെബ്സൈറ്റിൽ പോയാൽ കാണാം. കർണാടകയിൽ BJP ആണ് ഒപ്പിട്ടത് 585 സ്കൂളുകൾ. ഇപ്പോഴും സിദ്ധരാമയ്യയുടെയും D. ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ചില പദ്ധതിയുടെ കാര്യത്തിലൊക്കെ ചില എതിർപ്പൊക്കെ പറഞ്ഞു. എന്താ എതിർപ്പ് പറഞ്ഞത്? 60-40 പോരാന്നാ പറഞ്ഞത്. കേന്ദ്രം തരുന്നത് 60 പോരാ, കേന്ദ്രം 70 80 തരണം, ബാക്കിയാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്രം പറഞ്ഞു 60% തരാൻ കഴിയൂ. അങ്ങനെ ഇപ്പോഴും കർണാടകയിൽ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ 585 സ്കൂളുകൾ ഇപ്പോഴും PMC പദ്ധതിയുടെ ഭാഗമായി ഈ പറയുന്ന NEP ഭാഗികമായി നടപ്പിലാക്കിയും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി തെലങ്കാന, ഇനി ഹിമാചൽ പ്രദേശ് 199 സ്കൂളുകളാണ് ഹിമാചൽ പ്രദേശിൽ, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ PMC പദ്ധതിയിലുള്ളത്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലെ 639 സ്കൂളുകൾ PMC പദ്ധതിയുടെ ഭാഗമാണ്. ഭരിച്ചിരുന്ന രാജസ്ഥാനിൽ 639 സ്കൂളുകൾ PMC പദ്ധതിയുടെ ഭാഗമാണ്. കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന തെലങ്കാനയിൽ 799 സ്കൂളുകൾ PMC പദ്ധതിയുടെ ഭാഗമാണ്. കർണാടകയിൽ, കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന കർണാടകയിൽ 585 സ്കൂളുകൾ PMC പദ്ധതിയുടെ ഭാഗമാണ്. ഹിമാചൽ പ്രദേശിൽ 199 സ്കൂളുകളും PMC പദ്ധതിയുടെ ഭാഗമാണ്. ഈ 3 സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ നമുക്ക് വിടാം, അവിടെ ഇപ്പോൾ BJP ആണ്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലുമായി 626 കോടി രൂപയാണ് PMC പദ്ധതിയുടെ ഭാഗം മാത്രമായി ഈ 3 സർക്കാരുകളും വാങ്ങിച്ചെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാരുകൾ വാങ്ങിച്ചെടുത്തിരിക്കുന്നത് 5243 കോടി രൂപയാണ്. അതിൻ്റെ പേരിൽ ഒരു കുടിശ്ശികയും ഇല്ലാതെ സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി 3 സംസ്ഥാനങ്ങൾക്കും കിട്ടിയിരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഈ പൈസ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി യൂണിഫോമും പഠന ഉപകരണങ്ങളും സൗജന്യമായി സർക്കാരിനെ കൊടുക്കാൻ പ്രാപ്തമാക്കുന്ന ഈ പണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വേണമെന്ന് പറയുകയും, എന്നാൽ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് SSAയുടെ കാര്യത്തിലുള്ള കുടിശ്ശിക 1153 കോടി രൂപയാണ് എന്നുള്ളത് പ്രേക്ഷകർ ഓർമ്മിക്കണം. PMCയും കൂടെ കൂട്ടിയാൽ 1460 കോടി രൂപ വരും. ഈ പണം വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ ആരാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്? ഇവിടെ ബുദ്ധിമുട്ടാൻ പോകുന്നത് ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്ക്, അവരുടെ സ്കൂൾ യൂണിഫോമിന്, സൗജന്യമായിട്ടുള്ള പാഠപുസ്തകങ്ങൾക്ക്, അവരുടെ വിവിധ തരത്തിലുള്ള ഫെലോഷിപ്പുകൾക്ക്, സ്കോളർഷിപ്പുകൾക്ക്, സർവശിക്ഷ കേരളയുടെ ഭാഗമായി ഭിന്നശേഷിയിൽപ്പെട്ട 1.8 ലക്ഷം വിദ്യാർത്ഥികൾക്ക്, SSKയിൽ ഉൾപ്പെട്ട 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക്, പെൺകുട്ടികൾക്ക് ഒക്കെ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഇല്ലാതായി പോകുന്നൊരു ബുദ്ധിമുട്ടുണ്ടാകും.
കേരളം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണെന്ന് ബുദ്ധിമുട്ടിലാക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ കുറേ ചർച്ചകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കേന്ദ്രം നമ്മളെ ധനവിതരണത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിശദമായി തന്നെ നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും വേണം. അതിന് ഈ പാനലിരിക്കുന്ന ആർക്കും എതിർപ്പുണ്ടാവില്ലല്ലോ. ധനകാര്യ കമ്മീഷന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രതിപക്ഷ ഗവൺമെന്റുകൾക്ക് എതിരായിത്തീരുന്ന സാഹചര്യം ഉണ്ടാവുകയും അത് മുതലാക്കാൻ ശ്രമിച്ചത് നികുതിയുടെ വിഹിതം നമുക്ക് വെട്ടിക്കുറയ്ക്കത്തക്ക രീതിയിൽ GST കൊണ്ടുവരികയും കോമ്പൻസേഷൻ പൂർണ്ണമായിട്ടും നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത്, അതിൻ്റെ പേരിലുള്ള നഷ്ടപരിഹാരം ഇനിയും നമ്മൾ ആവശ്യപ്പെടുന്നത്, വായ്പാ പരിധി കുറയ്ക്കുന്നത്, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ SSK ഫണ്ട് സ്വീകരിക്കാം. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ SSK ഫണ്ട് കുടിശ്ശികയാണെങ്കിലും നിങ്ങൾ സമരം ചെയ്തോളൂ എന്ന് പറയുന്നത് വ്യക്തമായ ഇരട്ടത്താപ്പാണ്. ഈ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ പൊതുവിദ്യാലയങ്ങൾ ഏത് സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ വികസിച്ചത്? ഞാനൊരു കണക്കെടുത്ത് നോക്കുകയായിരുന്നു. 1000 സ്കൂളുകളോളം പൂട്ടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1000 സ്കൂൾ സർക്കാർ മേഖലയിൽ പൂട്ടിയിട്ടില്ല. 993 ഉള്ളൂ. 7 സ്കൂളുകളുടെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 2500ഓളം സ്കൂളുകൾ, അത് സ്വകാര്യ മേഖലയിലും എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിലുമായിട്ട് 2012 എന്താ ഒരു പദപ്രയോഗം എന്നറിയാമോ? കേരളത്തിൽ നമ്മൾ ആദ്യമായി കേട്ട പദപ്രയോഗമാണ്. സ്കൂളുകൾ ആദായകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട സർക്കാരാണ് 2012 ഇറങ്ങിപ്പോൾ UDF സർക്കാർ. ഇപ്പോൾ എന്താ കേരളത്തിലെ പൊതുവിദ്യാലയത്തിൻ്റെ അവസ്ഥ? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ലാഭകരം, ഇതിന് ഇൻവേർട്ടഡ് കോമ ആ വാക്കാണ് ഉപയോഗിച്ച് നോക്കൂ. NEP വരുന്നതിന് മുമ്പ് എത്രമാത്രം വാണിജ്യമായ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അനാദായകരം എന്ന പേരിൽ പൂട്ടിപ്പോയി. 1993 ഗവൺമെൻറ് സ്കൂളുകൾ ആ ക്ലോഷറിന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തു. ഏകദേശം 190 സ്കൂളുകളിലൂടെ ചാവി കൈമാറാൻ മാർച്ച് 31-ാം തീയതിക്ക് മുമ്പ് 2012 ഉത്തരവിട്ടിരുന്നു അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ. ആ നിലയിൽ നിന്നാണ് 11 ലക്ഷം പുതിയ വിദ്യാർത്ഥികൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്ന് മികച്ച രീതിയിൽ കേരളത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കേരളത്തിൽ ഇനി വരുന്ന 3 സംശയങ്ങളുണ്ടല്ലോ. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇവിടെ സവർക്കറെ പഠിപ്പിക്കുമോ? കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ, ഇവിടെ വർഗീയമായിട്ടുള്ള പഠനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതുണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഉറപ്പ് ഇന്ന് മുഖ്യമന്ത്രി നൽകുന്നുവെന്ന് മാത്രമല്ല, കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ പറയുന്നുണ്ട്, സ്കൂൾ കരിക്കുലമാണെങ്കിലും പാഠപുസ്തകങ്ങളാണെങ്കിലും അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം. NEP ഒരു മാതൃക മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ NEP-യിലെ പാഠപുസ്തകങ്ങൾ NCERT ഓപ്റ്റ് ചെയ്യാം, ബാർ സ്റ്റേറ്റ് കരിക്കുലം ഓപ്റ്റ് ചെയ്യാം. PMC നടപ്പിലാക്കുന്നത് കൊണ്ട് ഒരു സ്കൂളിലും കേന്ദ്രത്തിൻ്റെ ഫ്രെയിംവർക്ക് നമ്മൾ പഠിക്കേണ്ടതില്ല. ദാറ്റ്സ് എ ഫാക്ട്. അതൊരു ഫാക്റ്റായി നമ്മുടെ മുന്നിൽ തുടരുന്നു. NCERT-യുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. NCERT-യുടെ പാഠപുസ്തകം പഠിച്ചില്ലെങ്കിൽ SCERT പഠിപ്പിക്കുന്നിടത്ത് ആരാണ് സവർക്കറെ കൊണ്ടുവരിക? ധൈര്യം ആർക്കാ ഉള്ളത്? കേരളത്തിലെ SCERT പാഠപുസ്തകങ്ങളിൽ SCERT സവർക്കറെ കൊണ്ടുവരാനുള്ള ധൈര്യം ആർക്കാണ് ഉണ്ടാവുക? അതങ്ങനെ NCERT പാഠപുസ്തകം ഏതെങ്കിലും തരത്തിൽ റെഫറൻസ് എടുത്താൽ പോലും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ശേഷിയുള്ള അധ്യാപകർ നമ്മുടെ സമൂഹത്തിലില്ലേ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ അധ്യാപകരെ അവിശ്വസിക്കണോ, SCERT അവിശ്വസിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞത്. മുഗൾ രാജവംശത്തെക്കുറിച്ചുള്ള ഭാഗം വെട്ടിക്കുറയ്ക്കുമ്പോഴും മഹാത്മാഗാന്ധി വെടിയേറ്റ ഭാഗം, മഹാത്മാഗാന്ധിയുടെ വധത്തെക്കുറിച്ചുള്ള ഭാഗം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ജനാധിപത്യം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ബദൽ പുസ്തകം ഇറക്കാനുള്ള ഉത്തരവാദിത്വം കാണിച്ച ഒരു വിദ്യാഭ്യാസ വകുപ്പും SCERT സംവിധാനവും നമുക്കുണ്ട്. ആ സംവിധാനം, ആ കരിക്കുലവും പാഠപുസ്തകങ്ങളും നല്ല വൃത്തിയായിട്ട് നടപ്പിലാക്കും. അത് കോൺഗ്രസിന് മനസ്സിലാവാത്തതിന്റെ കാര്യമുണ്ട്. അതിൽ ആശങ്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കോൺഗ്രസിന് ഒരിക്കലും ബോധ്യമാവില്ല. കാര്യം കോൺഗ്രസ് അടിസ്ഥാനമായ ആശയങ്ങൾ പണ്ടേ നടപ്പിലാക്കിയതാണ്. എങ്ങനെയാണ് NEP-യുടെ സ്വാശ്രയ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തിലെ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചുമുള്ള ആശയം ആദ്യം മുളയ്ക്കുന്നത് LDF-ൽ അത് ആദ്യം മുളയ്ക്കുന്നത് വിശാലമായി ദേശീയ തലത്തിലാണ്. അത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് അത് ഉണ്ടാവുന്നത്. ആ കാലഘട്ടം മുതലാണ്. പക്ഷേ എങ്ങനെയാണ് നമ്മളുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമാണെങ്കിൽ പോലും അത് ഭരിക്കുന്നത് യൂണിയൻ സർക്കാരാണ്. നമുക്ക് ഒരു യൂണിറ്ററി സംവിധാനം എന്ന നിലയിൽ സംസ്ഥാനങ്ങൾക്ക് വളരെ പരിമിതമായ അധികാരമേ ഉള്ളൂ. പക്ഷെ അവിടെയും നമ്മൾ പോരാടി. നേരത്തെ പറഞ്ഞില്ലേ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നാക്കണമെന്ന് പറഞ്ഞു. പൂർണ്ണമായും അത് മാറ്റാൻ നമ്മൾ സമ്മതിച്ചു. നമ്മളും വഴങ്ങി, കേന്ദ്ര സർക്കാർ മുഴുവൻ നിരന്തരമായിട്ട് വഴങ്ങി. ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊപ്പം ഈ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് പതിപ്പിച്ചു തുടങ്ങി. PMC പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും. ഈ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയിൽ 72,000 രൂപ തന്ന് 4 ലക്ഷം രൂപയുടെ ലൈഫ് മിഷന്റെ പദ്ധതിയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന എഴുതണമെന്ന് പറഞ്ഞു. പറ്റില്ല, സൗകര്യമില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ കേന്ദ്രം വഴങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ പല പ്രോജക്റ്റുകളിൽ 82ഓളം പദ്ധതികളിൽ 17 എണ്ണത്തിലും PM-ന്റെ പേരാണ്. അതടക്കം നമ്മൾ പലതിലും കോംപ്രമൈസ് ചെയ്തിട്ടാണ്. കാര്യം ഇതൊരു പരിമിതിയാണ്, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് അല്ല.
നമ്മുടെ സ്റ്റേറ്റ് ഇപ്പോഴും എന്താ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിനിമം അത്തരം കാര്യങ്ങൾ ഉറപ്പാക്കുക. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ പെൻഷൻകാർക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി മിനിമം വേതന, സാമൂഹിക ജീവിത വ്യവസ്ഥകൾ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന് മാത്രമേ LDF അവകാശപ്പെടുന്നുള്ളൂ. അതൊരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റേ അല്ല എന്നുള്ളതാണ്. പക്ഷേ NEPയുടെ പ്രശ്നം അടിസ്ഥാനമായി അതല്ല. വർഗീയമായിട്ട് നിങ്ങൾ കടത്തിവിടുമോ? വിശാലമായ ദേശീയ രാഷ്ട്രീയത്തിൽ എനിക്ക് ആശങ്കയുണ്ടെന്നേ. NEP രാഷ്ട്രീയത്തിൽ വന്നാൽ കേരളത്തിൻ്റെ അവസ്ഥയല്ല ഉത്തർപ്രദേശിൽ, കേരളത്തിൻ്റെ അവസ്ഥയല്ല ഗുജറാത്തിൽ. എന്തുകൊണ്ട് മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തു എന്ന് ചോദ്യപേപ്പർ ഇടുന്ന ഗുജറാത്തിലെ അവസ്ഥയിൽ, ഈ ഉത്തർപ്രദേശിലെ അവസ്ഥയിൽ, ഒരുപക്ഷേ BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ കടന്നുകൂടും. അവിടെ NEP തത്വത്തിൽ എതിർക്കുക തന്നെയല്ലാതെ മറ്റു വഴികളില്ല. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം, ഇനി NEP നിങ്ങൾ എതിർത്താൽ പോലും ദേശീയ നയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന NCERT പരിഷ്കരണത്തിൽ ഇത് NEP വരുന്നതിന് മുമ്പ് തന്നെ ഇത് കടത്തിവിട്ട് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ സംസ്ഥാനം അതിനെ പ്രതിരോധിച്ചത് എങ്ങനെ? സംസ്ഥാനത്തിന്റെ ഫ്രെയിംവർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്, സംസ്ഥാനത്തിന്റെ കരിക്കുലം ഫ്രെയിംവർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അതിപ്പോഴും നടത്താൻ കഴിയും. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇതിനകം തന്നെ ഈ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങൾ ഇതിനകം തന്നെ പൂർണ്ണമായിട്ടും അച്ചടിച്ച് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി +1, +2 പാഠപുസ്തകങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന 300 സ്കൂളുകൾ ഉണ്ടെങ്കിൽ ആ 300 സ്കൂളുകളിലും പഠിപ്പിക്കുന്നത് കേരള കരിക്കുല ഫ്രെയിംവർക്ക് ആയിരിക്കും. അത് SCT നടപ്പിലാക്കിയതായിരിക്കും എന്നുള്ളതാണ്. ഘടനാപരമായി ഒരിടത്തും മാറ്റം ഇതുവരെയും വന്നിട്ടില്ല. ഈ പ്രീ പ്രൈമറി അടക്കമുള്ള സംവിധാനങ്ങളൊന്നും ഒരിടത്തും വന്നിട്ടില്ല. പക്ഷേ ഇത് വരും എന്ന് തന്നെയാണ് ഞാൻ പറയുക. കേരളത്തിനൊന്നല്ല, ഒരു സംസ്ഥാനത്തിനും അധികകാലം NEPയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം എന്താ? 2030 ആകുമ്പോൾ നമ്മുടെ TTCയിലെയും BEDന്റെയും ഒക്കെ രീതി മാറാൻ പോവാണ് സ്മൃതി. അവിടെ വരാൻ പോകുന്നത് എങ്ങനെയാ? 5, 3, 3, 4 എന്ന ഘടനയ്ക്കനുസരിച്ചായിരിക്കും വരാൻ പോകുന്നത്. കേരളത്തിൽ മാറി നിൽക്കാൻ പറ്റുമോ? ഹയർ സെക്കൻഡറി സംവിധാനം കേരളത്തിൽ മാത്രമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമോ? എന്റെ ഒരു സംശയം, കേരളത്തിൽ മാത്രമായി ഈ +2 സമ്പ്രദായം നിലനിന്നാൽ ഈ നീറ്റ് പരീക്ഷയും IITക്കും എഴുതാൻ പോകുന്ന 2030 ശേഷം വരുന്ന പുതിയ റിവൈസ്ഡ് ആയിരിക്കുന്ന സംവിധാനത്തിൽ കേരളത്തിലെ കുട്ടികൾ എങ്ങനെ പഠിക്കും? കേരളത്തിൽ മാത്രമായ ഒരു IITയും കേരളത്തിൽ മാത്രമേ മെഡിക്കൽ കോളേജും തുടങ്ങാൻ പറ്റൂ? അപ്പോൾ സ്വാഭാവികമായി എന്താ ഘടനാപരമായ ദീർഘദൃഷ്ടി കൊള്ളാം. അല്ല ആയിക്കോട്ടെ, ഇന്നവിറ്റബിൾ, അതായത് വിട്ടുവീഴ്ച ഇന്നവിറ്റബിൾ ആണ് നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി. ബോധ്യപ്പെടുത്തിയാൽ മതി. ഒന്നാമത്തെ കാര്യം, NEP എത്ര മികവോടെ നടപ്പാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്കൂളുകളെയും ഗ്രേഡ് ചെയ്യുക. അത് ഓരോ സമയം അപ്പോൾ എങ്ങനെയാണ് അത് അസസ് ചെയ്യുക? NEPയിലെ 8 വ്യവസ്ഥകൾ കേരളം ഇതിനകം തന്നെ സാധാരണ സർക്കാർ സംവിധാനങ്ങൾ നടപ്പിലാക്കി. മികച്ച ടോയ്ലറ്റ് സംവിധാനം വേണ്ടേ? സംവിധാനം നമ്മുടെ ചർച്ച എന്താ പറയൂ, താങ്കൾ പറയൂ. കേരളം വികസനവുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല, കരിക്കുലമാണ് നമ്മുടെ വിഷയം. കരിക്കുലമാണ് നമ്മുടെ ആശങ്ക. നിങ്ങൾ എന്തിനാണ് 2020 മുതൽ വലിയ ലേഖനങ്ങൾ എഴുതിയത്? നിങ്ങൾ എന്തിനാണ് പ്രമേയം പാസ്സാക്കിയത്? അതാണ് ചോദ്യം. അതാണ് CPI ചോദിക്കുന്നത്. ബോധ്യപ്പെടുത്തിയാൽ മതി. പറഞ്ഞത് NEPയെ വിശാലമായ രാഷ്ട്രീയത്തിൽ, വിശാലമായ തത്വത്തിൽ അതിനകത്ത് അപകടകരമായ ഒട്ടേറെ കണ്ടന്റുകളുണ്ട്. അതിലൊന്ന് ഇൻഡിജീനിയസ് നോളജ് സിസ്റ്റം എന്ന് പറയുന്ന, ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഇന്ത്യൻ പാരമ്പര്യ പഠന സമ്പ്രദായ രീതി നടപ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ SCERT വരുമ്പോൾ അവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, വാഗ്ഭടാനന്ദനായിരിക്കും. ഈ പറയുന്ന ഈ ഗോഡ്വാർക്കറും സവർക്കറും ഒന്നും ആയിരിക്കില്ല എന്നുള്ളതാണ്. മൂഞ്ച ഒന്നും ആയിരിക്കില്ല എന്നുള്ളതാണ്. കേരളത്തിൽ SCERTക്ക് അതിനുള്ള സംവിധാനമുണ്ട് എന്നുള്ളതാണ്. ഏത് സ്കൂളിനാണ് നിങ്ങൾ സവർക്കറെ പഠിപ്പിച്ചില്ലെന്ന് കരുതി ഗ്രാൻഡ് തടയാൻ പറ്റൂ സ്മൃതി? കരിക്കുലം കേരളത്തിലെ സംസ്ഥാന സർക്കാരാണ് എനിക്ക് വിശ്വാസം കേരളത്തിലെ ജനതയാണ്, കേരളത്തിലെ അധ്യാപകരെയാണ്, കേരളത്തിലെ SCERT സംവിധാനത്തെയാണ്. ഞാൻ സ്മൃതിയെടുത്ത് ഡയറക്റ്റായിട്ട് ചോദിക്കാം, കേരളത്തിലെ SCERTക്ക് ഈ പറയുന്ന PM-ശ്രീ സ്കൂളിൽ അടക്കമുള്ള പാഠപുസ്തകങ്ങൾ സൃഷ്ടിക്കാനുള്ള, ഗവേഷണം ചെയ്തുണ്ടാക്കാനുള്ള അധികാരമില്ലേ? നോക്കൂ, ഈ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ ഇപ്പോൾ തന്നെ 8ാം ക്ലാസ്സിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഏത് തിരഞ്ഞെടുത്ത സ്കൂള്? തിരഞ്ഞെടുത്തിട്ടില്ല സാർ. നോക്കൂ, ഇപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഇപ്പോൾ ഉണ്ട്. IAS-മായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. PM-ശ്രീ നടപ്പിലാക്കിയിട്ടില്ലല്ലോ. എന്താ സ്മൃതി പറയുന്നത്? SCERT പാഠപുസ്തകത്തിൽ ഇൻഡിജീനിയസ് നോളജ് സിസ്റ്റത്തിനകത്ത് ഈ ഇപ്പൊ സവർക്കറെ കൊണ്ടുവരാൻ കഴിയുമോ ഇല്ലയോ? എന്റെ ചോദ്യം. സവർക്കർ നിൽക്കണ്ട, പറയൂ. കൊണ്ടുവരും, കേരളത്തിലെ SCERT എങ്ങനെ കൊണ്ടുവരും? ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഈ ഇത്രയും സ്കൂളുകളിൽ നിങ്ങൾക്ക് കരിക്കൽ നിങ്ങളുടെ മാത്രമായി കൊണ്ടുവരാൻ പറ്റില്ല.
അത് പറയാൻ പറ്റില്ല എന്ന്. അബദ്ധം. ദേശീയ വിദ്യാഭ്യാസം നോക്കൂ, നിങ്ങൾ ഈ പൈസ വാങ്ങി ഞങ്ങളുടെ ഇഷ്ടത്തിന് പഠിപ്പിക്കുക എന്നുള്ളത് നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിപ്പിച്ചോളൂ. ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രേ പറയാനുള്ളൂ. ഇപ്പൊ വിശ്വാസത്തിന്റെ പ്രശ്നമല്ലല്ലോ. എനിക്ക് സ്മൃതിയോട് രണ്ട് കാര്യത്തിലെ സംശയമുള്ളൂ. ഒന്ന്, സ്മൃതി വിശ്വസിക്കുന്നുണ്ടോ എൻ ഇ പിയിൽ തന്നെ PMC നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ സ്റ്റേറ്റ് കരിക്കുലർ ഫ്രെയിംവർക്ക് ഉപയോഗിക്കാമോ, ഉപയോഗിക്കാൻ പാടില്ലേ? നോക്കൂ, അതിലേക്കൊക്കെ കടന്നു കയറാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ സംവിധാനം ഉള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ തന്നെയുള്ള 8ാം ക്ലാസ്സിലെ കാര്യമാണ്. സ്കൂൾ ലിസ്റ്റ് എടുത്തിട്ടില്ല. ഏത് സ്കൂള്? നോക്കൂ, നിങ്ങൾ ഈ ദിവസങ്ങളുടെ കണക്ക് വെച്ചിട്ട് ഈ പറയാതെ ഇരിക്കൂ ദയവ് ചെയ്തിട്ട്. 8ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യമാണ് NCERT പറയുന്നത്. NCERT ആണോ? വേണ്ട, ഇവിടെ SCERT മതി എന്നാണ് ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി പറയുന്നത്. NCERT-യിലല്ലേ ഈ പറയുന്ന വർഗീയമായിട്ടുള്ള എല്ലാ അജണ്ടകളും ഉള്ളത്? അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? അത് മാറ്റിയിട്ടല്ലേ നമ്മൾ പുതിയ പാഠപുസ്തകം ഇറക്കിയത് സ്മൃതി? അതല്ലേ SCERT +1 +2 കൊടുത്തത്, പൊളിറ്റിക്കൽ സയൻസിൽ കൊടുത്തത്, ഹിസ്റ്ററി കൊടുത്തത്? ഈ എവല്യൂഷന്റെ ഭാഗം. ഒരു നിമിഷം, അത് മാത്രമല്ല, എവല്യൂഷൻ NCERT പുസ്തകങ്ങൾ സൈലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിൽ എവല്യൂഷനെ കുറിച്ച് സൈലന്റാ? SCERT എവല്യൂഷൻ പഠിപ്പിക്കുന്നില്ലേ? SCERT മഹാത്മാഗാന്ധിയുടെ വധം പഠിപ്പിക്കുന്നില്ലേ? SCERT സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കാളിത്തത്തെ കുറിച്ച് പഠിപ്പിക്കുന്നില്ലേ? സോഷ്യൽ സയൻസിൽ മാത്സിനെ കുറിച്ച് അതേ SCERT അല്ലേ പുസ്തകം തയ്യാറാക്കുക? പിന്നെ എങ്ങനെ മാറും? മാറാൻ നിർബന്ധിതമാകും. എങ്ങനെ? ഹൗ? അത് കേന്ദ്രം സമ്മർദ്ദം നടപ്പാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്താണോ RSS ഉദ്ദേശിക്കുന്നത് അതാണ് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു തർക്കമില്ല. പക്ഷേ ആ സംസ്ഥാനത്തിന്റെ പേര് ഉത്തർപ്രദേശ് എന്നോ ഗുജറാത്ത് എന്നോ ആവണം, കേരളം എന്നാവില്ല. ശരി, കേരളത്തിൽ പ്രത്യേക സംവിധാനമായി നടപ്പാക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ തന്നെ പോയി ബിനോയ് വിശ്വത്തോട് പറയുന്നത് നമുക്ക് വേറെ വഴിയില്ല എന്നാണ്. ആദ്യം മനസ്സിലാക്കുക, വേറെ വഴിയില്ലെന്നേ. ഇത് നോക്കൂ, ഇത് എന്റെയും സ്മൃതിയുടെയും സംസ്ഥാനം കേരളമാണ്. നമ്മുടെ ഈ സംസ്ഥാനത്തിന് തരാനുള്ള 971 കോടി രൂപ ഈ വർഷത്തെ മാത്രം മാറ്റിവെച്ചാൽ SSKയുടെ ഭാഗമായി നമുക്ക് കിട്ടാനുണ്ട്. ഇനി സ്മൃതി പറയുന്നത് പോലെ കോടതിയിൽ പോയാൽ എന്താ സംഭവിക്കുക? 2010 ഭീം സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു കേസുണ്ട്. അതിൽ മിസലീനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷനിൽ ആകെ കേന്ദ്രം കൊടുക്കുന്ന ഗ്രാന്റുകളിൽ 5-ൽ 4 ഡിസ്ക്രീഷൻ സ്വഭാവത്തിലുള്ളതാണ്. അത് കേന്ദ്ര സർക്കാരിനോട് പോയി വാദിച്ച് വിജയിച്ചെടുക്കുക അസാധ്യമാണ് ഏറെക്കുറെ. എന്തിനേറെ നമുക്ക് തരാനുള്ള ഗ്രാൻസിന്റെ കാര്യത്തിൽ പോലും ഒത്തുതീർപ്പോ സമവായമോ വേണമെന്നുള്ള ഘട്ടമാണ് ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി എടുത്തത്. അത് 282 ആർട്ടിക്കിൾ പ്രകാരം കേന്ദ്രത്തിന് അനുകൂലമായി വിധി വരാൻ സാധ്യത. നിയമോപദേശം കിട്ടി അവിടേക്ക് പോയ ഉദ്യോഗസ്ഥരെ തിരിച്ച് ഇവിടെ നിയമ പോരാട്ടത്തിന് ഉദ്യോഗസ്ഥർ പോയി. അല്ല, സ്മൃതി ആദ്യം പറഞ്ഞതിൽ സംശയം മാറിയല്ലോ. വർഗീയവൽക്കരണം SCERT-ക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. എനിക്ക് ഒരു സംശയവും മാറിയിട്ടില്ല. കാരണം അത് നടപ്പാക്കാൻ അവർക്ക് കഴിയും. എങ്ങനെ? കേന്ദ്രത്തിന് വഴങ്ങി കഴിഞ്ഞാൽ കേന്ദ്രത്തിന് അത് നടപ്പാക്കാനും അറിയാം. നോക്കിക്കോളൂ. സ്മൃതിയുടെ സംശയം കേരളത്തിലെ പൊതുജനങ്ങളുടെ സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ ചരിത്രത്തിലും ശാസ്ത്രത്തിലും ഇന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണം, അത് കൊടുത്തേ തീരൂ എന്ന തീരുമാനത്തിലേക്ക് വരും. എങ്ങനെ വരും? അന്വേഷിച്ചാൽ മതി. അല്ലല്ല, അവിടെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ. നമ്മുടെ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ് പെട്ട വിഷയമല്ലേ? വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാക്കിയത് പണ്ടത്തെ കേന്ദ്ര സർക്കാരല്ലേ? അന്ന് കോൺഗ്രസ് അല്ലേ അതിൽ ഭേദഗതി വരുത്തി കൺകറന്റ് ലിസ്റ്റിൽ വരുമ്പോൾ സംസ്ഥാനത്തിന്റെ പരിമിതി എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മുടെ മാത്രം തീരുമാനമല്ല. ഈ വിഷയത്തിൽ കേന്ദ്രം ഒരു നിയമം ഉണ്ടാക്കുകയും സംസ്ഥാനം ഒരു നിയമം ഉണ്ടാക്കുകയും ചെയ്ത കേന്ദ്രത്തിന്റെ നിയമമേ നിൽക്കൂ. ഭരണഘടനാപരമായ പരിമിതിയാണല്ലോ നമ്പർ 1. നമ്പർ 2, ഇനി പഠന പ്രക്രിയ തീരുമാനിക്കാനും പാഠപുസ്തകങ്ങളുടെ സിലബസ് കണ്ടന്റ് തീരുമാനിക്കാനും കേന്ദ്രത്തിനൊരു അധികാരവുമില്ല. നമ്മുടെ സ്റ്റേറ്റിന്റെ SCERT-ക്ക് സാധിക്കൂ. ശരിയല്ലേ? അതിൻ്റെ പേരിൽ കേന്ദ്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും? SCERT പാഠപുസ്തകങ്ങളിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുമോ? ഭരണഘടനാ ലംഘനമില്ലെങ്കിൽ. അപ്പൊ ഇതൊന്നും മനസ്സിലായില്ല ബിനോയ് വിശ്വത്തിന്. ബിനോയ് വിശ്വത്തിന്റെ പ്രശ്നമല്ല. തത്വത്തിൽ ഈ വിഷയത്തെ എതിർത്തിരിക്കുന്നതിന്റെ കാര്യം എന്താ അറിയോ? അത് ഇന്നേ വരെ കോൺഗ്രസുകാർക്കും രാജസ്ഥാനിലെ കോൺഗ്രസിന് മനസ്സിലാവാതെ പോയൊരു കാര്യമുണ്ട്. രാജസ്ഥാനിലേക്ക് നടപ്പിലാക്കിയ കോൺഗ്രസ് സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. CPM-യും എന്തുകൊണ്ട് NEP എതിർക്കുന്നു എന്നുള്ളത് ഇനിയും മനസ്സിലാക്കാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാമോ സ്മൃതി? അത് മനസ്സിലായിട്ടില്ല സാറേ. കേരളത്തിൽ ആകെ പറയുന്ന കാര്യം വർഗീയവൽക്കരണം. സാർ, അതാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം നടപ്പിലാക്കണം എന്നുള്ളതാണ് NEP-യിലെ ഒരു കമ്പോണന്റ്. അത് നടപ്പിലാക്കേണ്ടെന്ന് SCERT വിചാരിച്ചാൽ ആ പ്രശ്നം അവസാനിക്കും. പക്ഷേ പ്രശ്നം എന്താ? അതിനും അപ്പുറം നിൽക്കുന്നൊരു വിഷയമുണ്ട്. ഇതിനകത്ത് എക്സിറ്റ് ഓപ്ഷനുകൾ ആശങ്കയുണ്ടാക്കുന്നത് കേരളത്തെക്കാൾ മറ്റു സംസ്ഥാനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. അവിടെ വിദ്യാർത്ഥികൾ ഈ പഠന പ്രക്രിയയിൽ നിന്ന് പോയി അവരുടെ കുലത്തൊഴിലുകളിലേക്ക് പോകുന്ന സംവിധാനം ഉണ്ടാവും. അതൊരു പ്രോഗ്രസീവ് സൊസൈറ്റിക്ക് ചേർന്നതല്ല.
മൂന്നാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി കൊണ്ടുവന്ന ഈ ആശയം നമ്മുടെ ഫെഡറലിസത്തെ തകർക്കുന്നു എന്നുള്ള മറ്റൊരു വിശാലമായ രാഷ്ട്രീയമാണ്. അതും നമുക്കിനി നിവൃത്തിയില്ല. കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നിൽക്കുന്നത്. അധികാരം അവരുടെ കയ്യിലാണ്. ഞാൻ അതാണ് നേരത്തെ വിഭജിച്ചു പറഞ്ഞത്. അപ്പോൾ ഈ പണം വേണോ അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാണ്ടാണ് പിന്നെ ഈ മുദ്രാവാക്യങ്ങളൊന്നും സർക്കാരുകൾക്ക് നടപ്പാക്കാൻ പറ്റാത്ത എന്താണാവോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്? അതാണ് വിളിക്കാനൊരു മുദ്രാവാക്യമെങ്കിലും LDF ഇപ്പോൾ ബാക്കിയുണ്ട്. മറ്റുള്ള പാർട്ടികൾക്ക് അതില്ല എന്നുള്ളതാണ് വാസ്തവം. മുദ്രാവാക്യം എന്ന് പറയുന്നത് മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സോഷ്യലിസം വിജയിക്കട്ടെ എന്ന് പറഞ്ഞാലോ, കേരളത്തിൽ LDF വിജയിച്ചല്ലോ എന്നിട്ട് സോഷ്യലിസം എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുന്ന മണ്ടൻ ചോദ്യമാണത്. മുദ്രാവാക്യങ്ങൾ എന്തിനാണ്? മുദ്രാവാക്യങ്ങൾ ജനങ്ങളെ ഒരു കാര്യം ബോധ്യപ്പെടുത്തുക, രാഷ്ട്രീയമായി അവരെ പഠിപ്പിക്കുക, അവരെ സോഷ്യലൈസ് ചെയ്യുക, അവരെ ആശയം പറഞ്ഞ് മനസ്സിലാക്കുക. NEP-യുടെ അപകടം എന്താണെന്ന് മനസ്സിലാക്കാൻ മുദ്രാവാക്യങ്ങൾ ഉണ്ടാവണം, ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. PM-ശ്രീ പദ്ധതി നടപ്പിലായാൽ പോലും NEP-യുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് കേരളം ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ നിലപാട്. അതിന്റെ ദൂഷ്യവശങ്ങൾ വിശാലാർത്ഥത്തിൽ വരും കാലത്തെ ഭാവി തലമുറയെ കൊമേഴ്സ്യലൈസ് ചെയ്യും, പ്രൈവറ്റൈസ് ചെയ്യും, അവരെ ഈ പറയുന്ന ചിന്തിക്കുന്ന ബ്രെയിനുകളാക്കി മാറ്റില്ല, അവരെ തൊഴിലാളികളാക്കി മാറ്റും. ഇതൊക്കെയാണ് അതിന് പിന്നിലെ ആശയങ്ങൾ. സ്മൃതി, അതിനെ എതിർക്കുന്നതിന് പകരം നമ്മുടെ മുന്നിൽ ഇതാ PM-ശ്രീ പദ്ധതി വന്നു, അതോടുകൂടി എല്ലാം തകർന്നു, കേന്ദ്രത്തിന് തലവെച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്നത് പരമാബദ്ധമാണ്. പക്ഷേ അപ്പോഴും CPI വിശ്വാസത്തിലെടുക്കാതെ CPM ഈ തീരുമാനമെടുത്തത് ശരിയായില്ല എന്നാണ് എൻ്റെ നിലപാട്. അത് കൊയിലേഷൻ ധർമ്മ എന്നൊക്കെ പണ്ട് അടൽ ബിഹാരി വാജ്പേയി ഒക്കെ പറയുന്നത് പോലെ ഈ കൊയിലേഷൻ ധർമ്മയ്ക്ക് 100%. അതാണ് കൊയിലേഷനെ കുറിച്ച് ഏറ്റവും ഇൻസ്റ്റബിൾ ആയിട്ടിരിക്കുന്ന ഈ അടൽ ബിഹാരി വാജ്പേയി എന്നൊക്കെ കേൾക്കുമ്പോൾ അടൽ ബിഹാരി വാജ്പേയി വാസ് എ ഗുഡ് പൊളിറ്റീഷ്യൻ. അദ്ദേഹം എല്ലാ കാലം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ 100% കമ്പയർഡ് ടു മോദി ഓ കമ്പയർഡ് ടു അദ്വാനി ഓ കമ്പയർഡ് ടു സംബഡി എൽസ്. അടൽ ബിഹാരി വാജ്പേയിയെ നമ്മൾ ആ അർത്ഥത്തിലാണ് റേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളാണെങ്കിലും അദ്ദേഹം രാഷ്ട്രീയം അതിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. RSS രാഷ്ട്രീയം മാറ്റിവെക്കും, അത് മാറ്റി നിർത്തിയാൽ പോലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ചുരുക്കത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് CPI ഏറ്റവും കടുത്ത നിലപാടിലേക്ക് പോവില്ല. അതിന് തൊട്ട് താഴെയുള്ള നിലപാട് പ്രതീകാത്മകമായ ഒരു പക്ഷേ അതിൽ നിന്ന് മാറി നിൽക്കും. പക്ഷേ അധികകാലം മാറി നിൽക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ആ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി പാലിക്കാതിരുന്നാൽ പ്രതിപക്ഷം അത് ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമായിട്ട് മാറും. അത് CPIയെ സംബന്ധിച്ച് ദോഷം ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട വകുപ്പുകളാണ്, പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വേണ്ടുന്ന വിഷയങ്ങളാണ്. റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ഒക്കെ, അതിലൊന്നും ഭക്ഷ്യവകുപ്പും അതിലൊന്നും വിട്ടു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി പ്രതിഷേധം അറിയിച്ച് പിൻവാങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ പിൻവാങ്ങും? ശക്തമായ പ്രതിഷേധം അറിയിക്കും. ഈ CPI കൂടി CPM വിശ്വാസത്തിലെടുത്തു എന്ന പ്രതീതി ജനിപ്പിച്ചതിന് ശേഷം അടുത്ത മന്ത്രിസഭാ യോഗ തീരുമാനത്തിനും മന്ത്രിസഭയിൽ ഒരു പക്ഷേ പ്രതീകാത്മകമായി വിട്ടുനിന്നേക്കാം. അതിനുശേഷം വിയോജിപ്പ് അവിടെ ക്യാബിനറ്റിൽ വിയോജിപ്പ് പോലും രേഖപ്പെടുത്താൻ പറ്റില്ല. കാര്യം ക്യാബിനറ്റ് ഒറ്റ ഡിസിഷനാണ്. അവിടെ നിങ്ങൾക്ക് രാജിവെക്കാല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളതാണ്. അപ്പോൾ വിയോജിപ്പ് പരസ്യമായി പറഞ്ഞ് ക്യാബിനറ്റിലേക്ക് തിരിച്ചുപോയി. പിന്നീട് മന്ത്രിമാർ ഇതിൽ കുറിച്ച് നിശബ്ദരാകും. CPI രാഷ്ട്രീയ ചർച്ചയായിട്ട് മുന്നോട്ട് പോകും. ഞാൻ പറയുന്നത് കേരളവും ഇത് രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യുകയും വേണം. പക്ഷേ അത് ചർച്ച ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സംവിധാനമാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ കാര്യമായി ഇപ്പോൾ പ്രതികരണത്തിലില്ലാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുന്നണി പ്രതിസന്ധിയിലോ എന്നുള്ളതാണ് ചോദ്യം. 4 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.